ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC പുറത്തിറക്കുന്ന PSC ബുള്ളറ്റിൻ്റെ 2025 ഇറങ്ങിയ എല്ലാ ലക്കത്തിൻ്റെയും കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2025 ജനുവരി മുതൽ ജൂൺ 1 ലക്കം വരെ ഇറങ്ങിയ മുഴുവൻ കറണ്ട് അഫയേഴ്സും ഒറ്റ വീഡിയോയിലായി നിങ്ങൾക്ക് തരികയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 2025 ചോദിച്ചിട്ടുള്ള ഏതൊരു എക്സാം എടുത്ത് നോക്കിയാലും ഇത്രയും ഉള്ളിൽ മാത്രമാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഇത് വലിയൊരു സീക്രട്ട് ആണ്, നിങ്ങൾക്ക് വേണ്ടി റിവീൽ ചെയ്യുകയാണ്. മറ്റൊരു കാര്യം, നമ്മൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ സെക്ഷനും ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ സെക്ഷൻ നമ്മൾ റെഗുലറായി ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഉത്തരത്തിലെത്താൻ പറ്റുന്നുണ്ടോ എന്ന് കൂടി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഇത് നന്നായി പഠിക്കുക. കറണ്ട് അഫയേഴ്സിന് ഫുൾ മാർക്കാണ് ഇവിടെ നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇടുന്ന ആളുകൾ ഈ ഒരു PSC ബുള്ളറ്റിൻ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ഇടുന്നത്. ഇനി ട്രെൻഡ് മാറാം. അപ്പോൾ അതിനു മുമ്പ് എന്ത് ചെയ്യുക, ജോലി വാങ്ങിച്ചെടുക്കുക. കറണ്ട് അഫയേഴ്സ് ഫുൾ മാർക്കാണ് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുന്നത്. അപ്പോൾ നന്നായി ഈ ഒരു സെക്ഷൻ പഠിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ തുടക്കം മുതലാണ് പഠിച്ചു പോകുന്നത്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. കഴിഞ്ഞ ദിവസം PSC ചോദിച്ചു, എന്നാണ് വിഴിഞ്ഞം എന്ന പദ്ധതി നമ്മുടെ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചത്? 2025 മെയ് 2 എന്ന് ഓർക്കുക. 2025 മെയ് 2. ആഗോള കത്തോലിക്ക സഭ 267ാമത്തെ മാർപ്പാപ്പ അമേരിക്കൻ കർദിനാളായ റോബർട്ട് പ്രേവോ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ പേരാണ് റോബർട്ട് പ്രേവോ. കത്തോലിക്ക സഭ മാർപ്പാപ്പയാകുന്നു. എത്രാമത്തെ മാർപ്പാപ്പയാണ്? 267ാമത്തെ മാർപ്പാപ്പയാണ്. ഇദ്ദേഹത്തിന്റെ പേര് റോബർട്ട് പ്രേവോ. അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയാണ്. ലിയോ 14 എന്നാകും ഇനി അറിയപ്പെടുക. ലിയോ 14 എന്ന് അറിയപ്പെടും. അമേരിക്കയുടെ ആദ്യ മാർപ്പാപ്പയാണ്. ഇദ്ദേഹത്തിന്റെ പേര് റോബർട്ട് പ്രേവോ. 267ാമത്തെ മാർപ്പാപ്പ. ഇന്നലെ വന്ന ചോദ്യമാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഇന്നലത്തെ PSC ചോദ്യം. നമുക്കിത് പഠിക്കാം. പഹൽഗാം ഭീകരാക്രമണം, ഇന്ത്യ നൽകിയ തിരിച്ചടി പേരെന്ത്? ഓപ്പറേഷൻ സിന്ദൂർ. സുപ്രീം കോടതി 52ാമത്തെ ചീഫ് ജസ്റ്റിസ്. ഇതും കഴിഞ്ഞ ദിവസത്തെ ചോദ്യമാണ്. BR ഗവായ്. സുപ്രീം കോടതി 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് BR ഗവായ്. കനേഡിയൻ പ്രധാനമന്ത്രി ലിബറൽ പാർട്ടി നേതാവ് ആരാണ്? മാർക്ക് കാർണി. കനേഡയുടെ പ്രധാനമന്ത്രി മാർക്ക് കാർണിയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി ഓർക്കുക, ലിബറൽ പാർട്ടി. ലേബർ പാർട്ടി നേതാവ് ആന്റണി ആൽബനീസ്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായി ആന്റണി ആൽബനീസ്, ലേബർ പാർട്ടി നേതാവ്. കാനഡയില് ലിബറൽ പാർട്ടി. ജർമ്മനി 10ാം ചാൻസലർ കൺസർവേറ്റീവ് പാർട്ടി ഫ്രീഡ്രിക് മേഴ്സ് ആണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഫ്രീഡ്രിക് മേഴ്സ്. RBI ഡെപ്യൂട്ടി ഗവർണർ പൂനം ഗുപ്ത. മയക്കുമരുന്ന് കടത്തൽ കേസുകളിൽ ഉൾപ്പെടുന്നവർ കരുതൽ തടങ്കലിലാക്കാനുള്ള നിയമമാണ് പിറ്റ് NDPS. നിപുൺ അഗർവാൾ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ചെയർമാൻ. ആന്ധ്രാപ്രദേശ് അമരാവതി ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ്. വെരി ഇമ്പോർട്ടന്റ്, വരാൻ പോകുന്ന എക്സാമിന് ചോദ്യം ഉറപ്പിക്കാം. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് എവിടെയാണ്? ഇന്ത്യയുടെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് എവിടെ? ആൻസർ ആന്ധ്രാപ്രദേശിലാണ്, അമരാവതിയിലാണ്. നമ്മുടെ 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് ശങ്കരൻ, അല്ലെ, മലയാളിയായിട്ടുള്ള ഏക INC നേതാവ്. അമരാവതി. മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ. ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ ഏതാണ്? മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ ആണ്. ദേവപ്രയാഗ് ജനാസു തുരങ്കമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം. ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ഏതാണ് എന്ന് ചോദിച്ചാൽ ദേവപ്രയാഗ് ജനാസു തുരങ്കം. ദേവപ്രയാഗ് ജനാസു തുരങ്കം. മുഖ്യമനം മേധാവി രാജേഷ് രവീന്ദ്രൻ. ന്യൂഡൽഹി മിലിറ്ററി നഴ്സിംഗ് സർവീസ് അഡീഷണൽ ഡയറക്ടർ മലയാളിയാണ് PV ലിസിയമ്മ. ആഫ്രിക്കൻ രാജ്യം അങ്കോള
പ്രസിഡന്റ് ജാവോ മാനുവൽ ലൊറൻജോ. ആരാണ് അങ്കോള പ്രസിഡന്റ്? ജാവോ മാനുവൽ ലൊറൻജോ. അപ്പൊ ആഫ്രിക്കയാണ് ജാവോ മാനുവൽ ലൊറൻജോ. ഇദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചു, ന്യൂഡൽഹിയിലാണ് എത്തിയത്. അപ്പൊ ആഫ്രിക്കയുടെ അങ്കോളയുടെ പ്രസിഡന്റ് ആണ് ഇന്ത്യ ലേറ്റസ്റ്റ് ആയിട്ട് സന്ദർശിച്ചത്, ജാവോ മാനുവൽ ലൊറൻജോ. അടുത്തത് സമർ അബു എലൂഫിനാണ് 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത്. ഇരുകൈകളും അറ്റുപോയ പാലസ്തീൻ ബാലനായ മഹ്മൂദ് അജ്ജൂറിന്റെ ചിത്രമാണ് പുരസ്കാരത്തിന് അർഹനാക്കിയത്. സമർ അബു എലൂഫ്. ജോൺ എഫ് കെന്നഡിയുടെ പേരിലുള്ള ധീരതാ പുരസ്കാരം US വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസിന് ലഭിച്ചു. യുഎസിന്റെ വൈസ് പ്രസിഡന്റ് ആരാണ്? മൈക്ക് പെൻസ. ഇദ്ദേഹത്തിന് ഏത് പുരസ്കാരം ലഭിച്ചു? ജോൺ എഫ് കെന്നഡിയുടെ പേരിലുള്ള ധീരതാ പുരസ്കാരം ലഭിച്ചു. 2020 ക്രിക്കറ്റ് സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ വ്യക്തി വൈഭവ് സൂര്യവംശി. വൈഭവ് സൂര്യവംശി 14 വയസ്സേ ഉള്ളൂ. രാജസ്ഥാൻ റോയൽ താരം. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഭാഗ്യചിഹ്നം എന്താണ്? ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നമാണ് ഗജസിംഹ. ഖേലോ ഇന്ത്യ ഗജസിംഹ. ദക്ഷിണ കൊറിയ ഗുമിയാണ് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി. ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി എവിടെയാണ്? ദക്ഷിണ കൊറിയയിലാണ്. ഗുമി. ദക്ഷിണ കൊറിയ ഗുമി. അപ്പൊ എന്തൊക്കെ പഠിച്ചു? വിഴിഞ്ഞം തുറമുഖം മെയ് 2. ആഗോള കത്തോലിക്ക സഭ 267. റോബർട്ട് പ്രേവോ ലിയോ 14 എന്നറിയപ്പെടും. ഓപ്പറേഷൻ സിന്ദൂർ അറിയാം. RBI ഡെപ്യൂട്ടി ഗവർണർ ആരാണ്? പൂനം ഗുപ്ത. പൂനം ഗുപ്ത. മയക്കുമരുന്ന് കരുതൽ തടങ്കൽ പിറ്റ് NDPS. ഇനി ആന്ധ്രാപ്രദേശ് അമരാവതി ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ്. ആരാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ചെയർമാൻ? നിപോൺ ആഗർവാൾ. നിപോൺ ആഗർവാൾ. ദേവപ്രയാഗ് ജനാസു തുരങ്കം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം. മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ. ന്യൂഡൽഹി ഡയറക്ടർ ജനറൽ നഴ്സിംഗ് സർവീസ് മേജർ PV ലിസിയം. ആഫ്രിക്കൻ രാജ്യം അങ്കോള പ്രസിഡന്റ് ജാവോ മാനുവൽ ലൊറൻജോ ന്യൂഡൽഹി സന്ദർശിച്ചു. ജോൺ എഫ് കെന്നഡി ധീരതാ പുരസ്കാരം US വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസ്. സമർ അബു എലൂഫ് 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചു. 2020 ഏറ്റവും പ്രായം കുറഞ്ഞ സെഞ്ചുറി നേട്ടം വൈഭവ് സൂര്യവംശി 14 വയസ്സ്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഭാഗ്യചിഹ്നമാണ് ഗജസിംഹ. ഗജസിംഹ. പഹൽഗാം ഓപ്പറേഷൻ സിന്ദൂർ. സുപ്രീം കോടതി 52ാമത്തെ ചീഫ് ജസ്റ്റിസ് വെരി ഇമ്പോർട്ടന്റ് BR ഗവായ്. ലിബറൽ പാർട്ടി മാർക്ക് കാർണി കാനഡ പ്രധാനമന്ത്രി. ലേബർ പാർട്ടി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ്. ജർമ്മനി 10ാം ചാൻസലർ ഫ്രീഡ്രിക് മെർസ്. അപ്പൊ ജർമ്മനിക്ക് നല്ല ഫ്രീഡമാണ്. ഫ്രീഡ്രിക് മെർസ്. 1970 സോവിയറ്റ് യൂണിയൻ ശുക്ര പര്യവേക്ഷണത്തിനായി വിക്ഷേപിച്ച കോസ്മോസ് 482 പേടകത്തിന്റെ ലാൻഡിംഗ് മൊഡ്യൂൾ മെയ് 10 ഭൂമിയിൽ പതിച്ചു. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. വെരി ഇമ്പോർട്ടന്റ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം ഏതാണ്? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ടെർമിനൽ തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡ് ചെയർമാൻ ആരാണ്? അലോക് ജോഷി. അലോക് ജോഷിയാണ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ലോകത്തിന് മുഴുവൻ സെക്യൂരിറ്റി വേണം. അപ്പൊ ലോകം എന്ന് ഓർത്തു വെക്കാം. അലോക് ജോഷി. ഹൾ 096 ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ. ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ ചോദിക്കാൻ നല്ലൊരു ചോദ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യുത കപ്പലിന്റെ പേരെന്ത്? ഹള്ള് 096. 96 അല്ലെ? 916 സ്വർണം എന്നൊക്കെ പറയും. ഇത് 96 ഉള്ളൂ. ഹൾ 096. നമ്മൾ ഹോൾമാർക്ക് 916 ഹോൾമാർക്ക് എന്നാ പറയുന്നത്. ഹൾ 096 ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ. പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ആലങ്കോട് ലീലാകൃഷ്ണൻ 75,000 രൂപ. മലയാള സാഹിത്യ സമഗ്ര സംഭാവന പ്രൊഫസർ P രഘുരാമൻ നായർ ട്രസ്റ്റ് K ജയകുമാർ. കിടാകുളം കരുണാകരൻ പുരസ്കാരവും K ജയകുമാർ. MP വീരേന്ദ്രകുമാറിന്റെ പ്രഥമ പുരസ്കാരം അപ്പിറ്റോ പ്രസ്ഥാന സ്ഥാപകൻ പാണ്ഡുരംഗ ഹെഗ്ഡെ. ഇതൊന്ന് ഓർത്തു വെക്കുക.
അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ നേതാവായ കർണാടകയിലുള്ള അപ്പിക്കോ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനം പാണ്ഡുരംഗ ഹെഗ്ഡെ. ഇദ്ദേഹത്തിനാണ് MP വീരേന്ദ്രകുമാറിന്റെ പേരിലുള്ള ആദ്യ പുരസ്കാരം ലഭിച്ചത്. പാണ്ഡുരംഗ ഹെഗ്ഡെ. ജന്മഭൂമി പുരസ്കാരം KS ചിത്രയ്ക്ക് കിട്ടി. ജന്മഭൂമി KS ചിത്ര. പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ആലങ്കോട് ലീലാകൃഷ്ണൻ. മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് കിരീടം ലോക വനിതാ 1-ാം നമ്പർ ആര്യാന സബലേങ്ക. മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ്. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, മുൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിന്റെ മുഖ്യ പരിശീലകൻ പ്രൊഫസർ സണ്ണി തോമസ് അന്തരിച്ചു. മുൻ കേന്ദ്രമന്ത്രി ഗിരിജ വ്യാസ് അന്തരിച്ചു. സാക്ഷരതാ പ്രവർത്തക പത്മശ്രീ ജേതാവ് KV റാബിയ അന്തരിച്ചു. കർണാടക സംഗീതജ്ഞ ഗോമതി ചിദംബരം അന്തരിച്ചു. അപ്പൊ നമ്മൾ ഇവിടെ പഠിച്ചത് 52ാമത് ചീഫ് ജസ്റ്റിസ് BR ഗവായി, പഹൽഗാം ആക്രമണം ഓപ്പറേഷൻ സിന്ദൂർ, ലിബറൽ പാർട്ടി മാർക്ക് കാർണി കാനഡ, ലേബർ പാർട്ടി ഓസ്ട്രേലിയ, ആന്റണി ആൽബനീസ്, ഫ്രീഡ്രിക് മെർസ് ജർമ്മനി, ദക്ഷിണേന്ത്യയിലെ ഓട്ടോമാറ്റഡ് ടെർമിനൽ തുറമുഖം വിഴിഞ്ഞം. ഇനി ഹാൾ 096 ലോകത്തെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ. പ്രഥമ MP വീരേന്ദ്രകുമാർ അവാർഡ് പാണ്ഡുരംഗ ഹെഗ്ഡെ. K ജയകുമാറിന് അവാർഡ് കണ്ടു. ആലങ്കോട് ലീലാകൃഷ്ണൻ പത്മപ്രഭ പുരസ്കാരം. സണ്ണി തോമസ് മരിച്ചു. ക്രിക്കറ്റ് പരിശീലകൻ ആര്യന സബലേങ്ക മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് കിരീടം ലഭിച്ചു. ISL കിരീടം മോഹൻ ബഗാൻ. ISL കിരീടം ആർക്കാണ്? സൂപ്പർ ലീഗ് 2024-25 ആർക്ക്? മോഹൻ ബഗാൻ. മോഹൻ ബഗാൻ. ഇനി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ മാർച്ചിലെ പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം ശ്രേയസ് അയ്യർക്ക് ലഭിച്ചു. ശ്രേയസ് അയ്യർ. ഫിഡെ വനിതാ ഗ്രാൻഡ് പ്രിക്സ് ചെസ്സിൽ ഇന്ത്യയുടെ കൊനേരു ഹംപിക്ക് കിരീടം ലഭിച്ചു. ചൈന ജു വെൻജുൻ ലോക വനിതാ ചെസ് ചാമ്പ്യനായി. ടെന്നീസ് ഇതിഹാസം റാഫേൽ നദാൽ, പോൾ വോൾട്ട് താരം അർമാൻഡ് ഡൂപ്ലെന്റിസ്, ജിംനാസ്റ്റിക് താരം സിമോൺ ബെൽസ് ലോയേഴ്സ് പുരസ്കാരം. ലോയേഴ്സ് പുരസ്കാരം ഇമ്പോർട്ടന്റ് ആണ്. ടെന്നീസ് ഇതിഹാസം റാഫേൽ നദാലിന്, പോൾ വോൾട്ട് താരമായ അർമാൻഡ് ഡ്യൂപ്ലാന്റിസ്, ജിംനാസ്റ്റിക് താരം സിമോൺ ബെയിൽസ്, ഇത്രയും പേർക്കാണ് ലോറിയസ് പുരസ്കാരം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ ലിവർപൂൾ ചാമ്പ്യന്മാരായി. അപ്പൊ ISL ആര് ചാമ്പ്യൻ? മോഹൻ ബഗാൻ. പ്ലെയർ ഓഫ് ദി മന്ത് ICCയുടേത് ശ്രേയസ് അയ്യർ. ഫിഡെ വനിതാ ഗ്രാൻഡ് പ്രിക്സ് ചെസ് ഇന്ത്യ കൊനേരു ഹംപി കിരീടം സ്വന്തമാക്കി. ഇനി ടെന്നീസ് ഇതിഹാസം റഫേൽ നദാൽ, പോൾ വോൾട്ട് താരം അർമാൻഡ് ഡൂപ്ലാന്റിസ്, ജിംനാസ്റ്റിക് താരം സിമോൺ ബൈൽസ് ലോറിയസ് പുരസ്കാരം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ ലിവർപൂൾ ചാമ്പ്യന്മാർ. ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന 4ാമത്തെ രാജ്യം ഇന്ത്യ. US, റഷ്യ, ചൈന. ഇവർക്ക് ശേഷം ഇന്ത്യ 4ാമത്തെ രാജ്യമാകുന്നു. ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടാം. വൈക്കം ചന്ദ്രശേഖരൻ നായർ സാഹിത്യ പുരസ്കാരം ബൈജു. കാട്ടാൽ പുരസ്കാരം T പത്മനാഭൻ. മഹാകവി വെണ്ണിക്കുളം ഗോപാലകൃപ സ്മാരക പുരസ്കാരം ലഫ്റ്റനന്റ് കേണൽ സോണിയ ചെറിയാന്റെ സ്നോ ലോട്ടസ് എന്ന നോവൽ. ഇതൊന്നും അങ്ങനെ ചോദിക്കാറില്ല, അതുകൊണ്ട് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഫിലിം ക്രിട്ടിക്സ് ചോദിക്കുന്നതാണ് 2025 ഫിലിം ക്രിട്ടിക്സ്. മികച്ച സിനിമ ഫെമിനിച്ചി ഫാത്തിമ. മികച്ച സംവിധായക ഇന്ദു ലക്ഷ്മി. മികച്ച നടൻ ടോവിനോ. മികച്ച നടി നസ്രിയ. റീമ കല്ലിങ്കൽ നസ്രിയ. സിനിമ ഫെമിനിച്ചി ഫാത്തിമ. സംവിധായക ഇന്ദു ലക്ഷ്മി. നടൻ ടോവിനോ. നടി നസ്രിയ റീമ കല്ലിങ്കൽ. പിന്നണി ഗായകൻ മധു. പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മി. അപ്പൊ ഇതാണ് നമ്മളുടെ ഫിലിം ക്രിട്ടിക്സ് പുരസ്കാരം. നടിമാർ, നടൻ, സംവിധായിക ഇന്ദു ലക്ഷ്മി, മികച്ച സിനിമ ഫെമിനിച്ചി ഫാത്തിമ. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്നതിന് മുന്നോടിയായി ഹ്യൂമനോയിഡ് റോബോട്ടായ വ്യോമമിത്രയെ വൈകാതെ ബഹിരാകാശത്തേക്ക് അയക്കും. ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി 23ാം നിയമ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിതനായി. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ പ്രസിഡന്റ് SC രൽഹാൻ ചുമതലയേറ്റു. ഇനി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഹ്രസ്വ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തി. ഇത് PSC ചോദിച്ചു.
അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസ് ആണ് ഹ്രസ്വ സന്ദർശനത്തിനായി ഇന്ത്യയിൽ എത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദിയിലെത്തി. 50ാമത്തെ ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലക്. ഇതും PSC ചോദ്യം. കഴിഞ്ഞ ദിവസം വന്ന എല്ലാ ചോദ്യവും ഇവിടെ കിടപ്പുണ്ട്. ഈ ഒരൊറ്റ മെയ് മാസത്തിൽ നിന്നാണ് ചോദ്യങ്ങൾ എല്ലാം തന്നെ വന്നേക്കുന്നത്. കറണ്ട് അഫെയർ. 50ാമത്തെ ചീഫ് സെക്രട്ടറി A ജയതിലക്. JD വാൻസ് ആണ് വൈസ് പ്രസിഡന്റ് അമേരിക്ക വന്നത്. അപ്പൊ ആഫ്രിക്കയുടെ പഠിച്ചു വെക്കുക, ചോദിക്കാം. പഹൽഗാം ഭീകരാക്രമണം. ഇന്ത്യ നടത്തിയ വ്യോമാഭ്യാസ ശക്തി പ്രകടനം എന്താണ്? ആക്രമൺ. അപ്പൊ പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യ അങ്ങോട്ട് നടത്തിയ വ്യോമ അഭ്യാസ ശക്തി പ്രകടനമാണ് ആക്രമൺ. ആണവ അന്തർവാഹിനി യുദ്ധക്കപ്പൽ. ഇന്ത്യയിൽ പുതിയ സബ്മറൈൻ നേവൽ ബേസ് നിർമ്മിക്കുന്ന ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിനടുത്താണ് പ്രോജക്ട് വർഷ എന്ന പദ്ധതിയുടെ പേര്. ആണവ അന്തർവാഹിനി യുദ്ധക്കപ്പൽ ഇന്ത്യയിലെ പുതിയ സബ്മറൈൻ നേവൽ ബേസ് നിർമ്മിക്കുന്ന ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിനടുത്താണ് പ്രോജക്ട് വർഷ എന്ന പദ്ധതിയുടെ പേര്. നമ്മുടെ 267ാമത്തെ മാർപ്പാപ്പയെ നിങ്ങൾ കണ്ടു. 266 ഫ്രാൻസിസ് മാർപ്പാപ്പ ഹോർഹെ മാരിയോ ബെർഗോഗ്ലിയെ. ഇദ്ദേഹമാണ് ഇപ്പോൾ അന്തരിച്ചത്, കാലം ചെയ്തു. 266 ആരായിരുന്നു ചോദിച്ചാൽ ഹോർഹെ മാരിയോ ബെർഗോഗ്ലിയെ. ബെർഗോഗ്ലിയെ ഗോ പോയി നോക്കുക. അപ്പൊ ഹോർഹെ മാരിയോ ബെർഗോഗ്ലിയെ പോയി എന്നോർത്തു. എന്നാൽ 267ാമത്തെ പുതിയ മാർപ്പാപ്പയെ നമ്മൾ കണ്ടു. അദ്ദേഹത്തിന്റെ പേരാണ് റോബർട്ട് പ്രേവോ. റോബർട്ട് പ്രേവോ. ക്ലിയർ ആണ്. ഇനി ISRO ചെയർമാൻ ഡോക്ടർ K കസ്തൂരിരംഗൻ അന്തരിച്ചു. 2000 പത്മവിഭൂഷൺ ലഭിച്ചു. മലയാള സിനിമാ ലോക തിരശീല ഷാജേൻ കരുൺ അന്തരിച്ചു. കഥക് നർത്തകി കുമുദിനി ലാഖിയ. കണ്ടോ, ഈ ചോദ്യവും കഴിഞ്ഞ ദിവസം വന്നു. തന്നിരിക്കുന്നവയിൽ ആരാണ് കുമുദിനി ലാഖിയ? ഇപ്പോ പത്മ പുരസ്കാരം ലഭിച്ചിട്ടുള്ള, പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് കുമുദിനി ലാഖിയ. പ്രശസ്ത കഥക് നർത്തകിയാണ്. അന്താരാഷ്ട്ര പ്രശസ്ത ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണൻ അന്തരിച്ചു. തെലങ്കാന വൃക്ഷമനുഷ്യൻ ദാരിപ്പള്ളി രാമയ്യ അന്തരിച്ചു. പെറൂവിയൻ സാഹിത്യകാരൻ മാരിയോ വർഗാസ് അന്തരിച്ചു. ഡോക്ടർ രഞ്ജിത്ത് നായർ അന്തരിച്ചു. ആൻജിയോപ്ലാസ്റ്റി പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ഹൃദയ ചികിത്സാ വിദഗ്ധൻ മാത്യു സാമുവൽ കളരിക്കൽ അന്തരിച്ചു. മാത്യു സാമുവൽ കളരിക്കൽ. അപ്പൊ കുമുദിനി ലാഖിയ കഥക് നർത്തകി. ഷാജേൻ കരുൺ അന്തരിച്ചു, ചലച്ചിത്രകാരൻ. 266 മാർപ്പാപ്പയുടെ പേര് ഹോർഹെ മാരിയോ ബെർഗോഗ്ലിയെ എന്നാണ്. കസ്തൂരിരംഗൻ അന്തരിച്ചു. 50ാമത് ചീഫ് സെക്രട്ടറി കേരളത്തിന്റേതാരാണ്? A ജയതിലക്. പഹൽഗാം ഇന്ത്യ നടത്തിയ വ്യോമാഭ്യാസ പ്രകടനം ആക്രമൺ. പ്രോജക്ട് വർഷ എന്താണ്? ആണവ അന്തർവാഹിനി യുദ്ധക്കപ്പൽ ഇന്ത്യയുടെ പുതിയ സബ്മറൈൻ നേവൽ ബേസ് ആണ്. ആന്ധ്രാപ്രദേശിലാണിത്, വിശാഖപട്ടണത്തിലാണ് പ്രോജക്ട് വർഷ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഈ സെക്ഷൻ ഇപ്പോൾ റീസെന്റ് ആയിട്ട് PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന കറണ്ട് അഫയേഴ്സ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജൂൺ മാസത്തിന്റെ ഫസ്റ്റ് ലക്കത്തിന്റെ നമ്മുടെ PSC ബുള്ളറ്റിന്റെ കറണ്ട് അഫയേഴ്സ് ആണ്. കേരള PSC തന്നെ ഇറക്കുന്ന പബ്ലിക്കേഷൻ ആണ് PSC ബുള്ളറ്റിൻ. അപ്പൊ അതിനകത്ത് ചോദ്യങ്ങൾ നിരവധി നമുക്ക് എക്സാമിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സെക്ഷൻ വളരെ യൂസ്ഫുൾ ആണ്. ഇതിനകത്ത് ഓരോ പോയിന്റുകളും നിങ്ങൾ പഠിച്ചു വെക്കുക. ആദ്യ ചോദ്യം ഇതാണ്: അജയ് കുമാർ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനായി സ്ഥാനമേറ്റു. UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ കേന്ദ്രതലത്തിലുള്ള തെരഞ്ഞെടുപ്പാണ്. സ്ഥാനമേറ്റെടുത്തത് അജയ് കുമാർ ആണ്. അപ്പൊ PSC ജയിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അജയ് അല്ലെ, PSCയിൽ അജയനാകണം. UPSC അജയ് കുമാർ ആണ്. അടുത്തത് OM ശാലീന കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ്. കേരള ഹൈക്കോടതിയുടെ ഒരു ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ആണ് OM ശാലീന. OM ശാലീന. ശാലീന സൗന്ദര്യം അല്ലെ, കേരളം എന്ന് പറയുമ്പോൾ നമ്മുടെ പെൺകുട്ടികളെ ശാലീന സുന്ദരി എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ S സോളിസിറ്റർ ജനറൽ S. ഇനി 13 വയസ്സിനിടെ
രണ്ട് ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തി പ്രശസ്തനായ മലയാളി ബാലനാണ് കാസർഗോഡ് സ്വദേശിയായ സൂര്യനാരായണൻ. ആദ്യമായിട്ടാണ് ഒരു പ്രായം കുറഞ്ഞ മലയാളി ബാലൻ ഇങ്ങനെ ഗ്രഹങ്ങളെയൊക്കെ കണ്ടെത്തുന്നത്. രണ്ട് ചിഹ്നഗ്രഹങ്ങളെയാണ് സൂര്യനാരായണൻ കണ്ടെത്തിയത്. അപ്പൊ ചിഹ്നഗ്രഹമാണ്. ഗ്രഹം എന്ന് പറയുമ്പോൾ അങ്ങ് മുകളിൽ നിൽക്കുകയാണ് അല്ലെ, സൂര്യന്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പൊ സൂര്യൻ അവിടെ നിന്ന് നോക്കിയപ്പോ രണ്ട് ഗ്രഹങ്ങളെ കണ്ടു അല്ലെ, കുഞ്ഞു ഗ്രഹങ്ങളെ രണ്ടെണ്ണം കണ്ടു. സൂര്യനെ ചുറ്റുന്നവരാണ് നമ്മൾ കാണുന്ന ഭൂമിയും വ്യാഴവും, അങ്ങനത്തെ ഒത്തിരി ഗ്രഹങ്ങള്. അപ്പൊ ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തിയത് ഒരു സൂര്യനാണ്. സൂര്യനാരായണനാണ് ഇത് കണ്ടെത്തിയത്. അജയ്കുമാറിനെ പഠിച്ചു, OM ശാലിനെ പഠിച്ചു. ഗ്രഹം കണ്ടെത്തിയത് സൂര്യനാണ്, സൂര്യനാരായണനാണ്. രണ്ട് ഗ്രഹം കണ്ടെത്തി, മലയാളിയാണ്, കാസർഗോഡ് ജില്ലയിലാണ്. ലോറൻസ് വോങ് സിംഗപ്പൂർ പ്രധാനമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്നു. സിംഗപ്പൂരിന്റെ പ്രധാനമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ലോറൻസ് വോങ് ആണ്. ലോറൻസ് വോങ് ആണ്. ഇപ്പൊ ലോറൻസ് ആരാണ്? സിംഗപ്പൂരിന്റെ പ്രധാനമന്ത്രിയാണ്, വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ സിംഗപ്പൂർ സിംഹം എന്നോർത്താ ലയൺ ആയിരിക്കും അല്ലെ, ലയൺ എന്നല്ല ഇംഗ്ലീഷ്. അപ്പൊ എല്ലിൽ തുടങ്ങുന്നു, ലോറൻസ്. ലോറൻസ് ക്ലിയർ ആണ്. ലോറൻസ് എൽ ഓർത്ത് വെക്കാം. സിംഹം ലയൺ, സിംഗപ്പൂർ ലോറൻസ്. ലോറൻസ് ആണ്. അവരുടെ സിംഹത്തിന്റെ അലറൽ എന്നൊക്കെ ഓർക്കാം. അലറൽ അലറൽ അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു പേര് ഓർത്ത് വെക്കാവുന്നതേ ഉള്ളൂ. 2025 മാനവികസന സൂചികയില് ഇന്ത്യക്ക് 130ാം സ്ഥാനമാണ്. ഇപ്പൊ 2023ലും 24ലും ഇന്ത്യ 134ാം റാങ്കായി. ഇപ്പൊ കുറച്ചുകൂടെ മുന്നിലേക്ക് എത്തി. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഇന്ത്യ എത്രാം റാങ്കിലെത്തി? 130ാം റാങ്കിലെത്തി. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് HDI ഇന്ത്യയുടെ പുതിയ റാങ്ക് 130 25. ഇപ്പൊ 5ന്റെ മൾട്ടിപ്പിൾ അല്ലെ, 5 എന്ന് പറയുമ്പോൾ 5ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 30 കിട്ടി, 130 കിട്ടി എന്ന് നമുക്ക് ഓർക്കാം. 2025 അപ്പൊ 5 25 കഴിഞ്ഞാൽ 30 അല്ലേ, 5 അടുത്ത 5 30 അപ്പൊ 2025 അപ്പൊ 130 നമ്മളെന്ന് ഓർത്തു വെച്ചു. ആരാണ് ഒന്നാമത്? ഒന്നാമത് മാനവ വികസന സൂചികയാണ്. വികസിച്ചത് ഐസ്ലാൻഡ്. ഒന്നാം സ്ഥാനത്ത് ഐസ്ലാൻഡ് ആണ്. ഒന്നാമത് ആരാണ്? ഐസ്ലാൻഡ് ആണ്. ഇന്ത്യയിലെ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാല ഏതാണ്? അപ്പൊ US-ന്റെ ഒരു സർവകലാശാല ഇന്ത്യയിൽ ആദ്യമായി പ്രവർത്തനം ആരംഭിക്കുന്നു. അപ്പൊ US വരുന്നത് മുംബൈയിലേക്കാണ്. അമേരിക്ക US-ന്റേത് എവിടെയാണ് ആരംഭിക്കുന്നത്? മുംബൈയിലാണ്. ഈ സർവകലാശാല ഇല്ലിനോയ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആണ്. ഇല്ലിനോയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആണ്. അപ്പൊ US എവിടെയാണ് വരുന്നത്? മുംബൈയിലാണ്. മുംബൈ എന്ന് പറയുമ്പോൾ ഒരുപാട് ജനമുണ്ട്, ഒരുപാട് നോയ്സ് ഒക്കെ ഉള്ള ഏരിയ ആണ്. ഇവിടെ ഇല്ല, നോയ്സ് ഒന്നും ഇല്ല. ഇല്ലിനോയ്സ് യൂണിവേഴ്സിറ്റിയുടെ നോയ്സ് ഇല്ല, ഇല്ലിനോയ്സ്. അപ്പൊ ഇല്ലിനോയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആണ്, മുംബൈയിലാണ് വരുന്നത്. അമേരിക്കയുടെ ആദ്യത്തെ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി ആണ്. ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം അജയ്കുമാറിനെ പഠിച്ചു. UPSC ചെയർമാനാണ്. UPSC അജയനാകണം, വിജയിക്കണം. OM ശാലീന, കേരളത്തിൽ ശാലീന സുന്ദരി. അപ്പൊ കേരള ഹൈക്കോടതി സോളിസിറ്റർ ജനറൽ. 13 വയസ്സിന്റെ രണ്ട് ചിഹ്നഗ്രഹങ്ങൾ. സൂര്യനാണ് ഗ്രഹത്തെ കണ്ടെത്തിയത്, സൂര്യനാരായണൻ, കാസർഗോഡ് ജില്ലക്കാരൻ. ലോറൻസ് വോങ് എന്ന് പറയുന്നത് സിംഗപ്പൂർ. അപ്പൊ സിംഹം എന്നോർത്തു, എല്ലിൽ തുടങ്ങി. അലറൽ, ലോറൻസ്, അലറൽ എന്നോർക്കാം. ലോറൻസ് വോങ്. 2025 മാനവികസന സൂചിക ഇന്ത്യക്ക് എത്രാം റാങ്ക് ആണ്? 130 ക്ലിയർ ആണ്. 25 കഴിഞ്ഞാൽ 30. അപ്പൊ 2025 130ാം സ്ഥാനമാണ്. ഇന്ത്യയിലെ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാലയാണ് ഇല്ലിനോയ്സ്. മുംബൈ എന്ന് പറയുമ്പോൾ ഭയങ്കര നോയ്സ് ആണ്. ഇല്ല, ഇവിടെ നോയ്സ് ഇല്ല. ഇല്ലിനോയ്സ് US ആണ്, മുംബൈ ആണ്. ക്ലിയർ ആണ്. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക ഇന്ത്യക്ക് എത്രാം റാങ്ക്? മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യക്ക് 151ാം റാങ്കാണ്. അപ്പൊ ആഗോള മാധ്യമ സൂചിക എടുക്കുമ്പോൾ ഇന്ത്യക്ക് എത്രാം റാങ്കാണ്? 151. മാധ്യമ സ്വാതന്ത്ര്യം 151. ഇന്ത്യ 151ാം റാങ്കിലാണ്. ഒന്നാം സ്ഥാനം ഫിൻലാൻഡ്. ഒന്നാം സ്ഥാനം ആർക്കാണ്? ഫിൻലാൻഡിനാണ്. റൊമാനിയയുടെ പ്രസിഡന്റ് നിഗുസോർ ഡാൻ ആണ്. റൊമാനിയയുടെ പ്രസിഡന്റ് ആരാണ്? നിഗുസോർ ഡാൻ ആണ്. ഇപ്പൊ റൊമാനിയ പ്രസിഡന്റ് ആരാണ്?
നിഗുസോർ ഡാൻ ആണ് ഈ റൊമാനിയയുടെ പ്രസിഡന്റ്. പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ബലൂചിസ്ഥാൻ. ഇപ്പൊ പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന ആരാണ്? ബലൂചിസ്ഥാൻ. അരുണാഭ ഘോഷ് UN കാലാവസ്ഥാ സമ്മേളനത്തിന്റെ ദക്ഷിണേഷ്യൻ പ്രതിനിധിയായി നിയമിതനായി. ഇപ്പൊ യുണൈറ്റഡ് നേഷൻ കാലാവസ്ഥാ സമ്മേളനം ദക്ഷിണ ഏഷ്യയിൽ നിന്ന് ഒരു പ്രതിനിധി വരുന്നു. ആരാണ്? അരുണാഭ ഘോഷാണ്. അരുണൻ എന്നൊക്കെ നമുക്ക് ഓർത്തു വെക്കാലോ. അരുണൻ ആരാണ് എന്ന് എനിക്കറിയാം. അപ്പൊ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ഒരു രീതിയിൽ നമുക്ക് ഓർക്കാം. അപ്പൊ കാലാവസ്ഥ നമുക്ക് ആഘോഷിക്കാം, ഘോഷ് എന്നൊക്കെ ഓർക്കാം. അപ്പൊ അരുണാഭ ഘോഷാണ് കാലാവസ്ഥാ വ്യതിയാനം ഇതിന്റെ ദക്ഷിണേഷ്യൻ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. രാജ്യാന്തര വനിതാ ചലച്ചിത്രമേള വേദി എവിടെയാണ്? കൊട്ടാരക്കരയിലാണ്. ഇപ്പൊ രാജ്യാന്തര ചലച്ചിത്രമേളയാണ്, വനിതകളുടെ ചലച്ചിത്രമേളയാണ്, 6ാമത്തെ ചലച്ചിത്രമേളയാണ്. ഇത് കൊട്ടാരക്കരയിലാണ്. അപ്പൊ കൊട്ടും മേളവും ഒക്കെ ആയിട്ടാണ് വനിതകളുടെ ചലച്ചിത്രം തുടങ്ങുന്നത്. കൊട്ടാരക്കരയാണ്, കൊല്ലം ജില്ലയാണ്. മധ്യപ്രദേശിലെ ഇൻഡോർ യാചകമുക്ത നഗരമായി പ്രഖ്യാപിച്ചു. ഇപ്പൊ മധ്യപ്രദേശാണ്. ഇവിടെ ഇൻഡോറ് യാചകമുക്തരായി. അപ്പൊ ഇവിടെ ഇനി പോയി കഴിഞ്ഞാൽ നമുക്ക് ഭിക്ഷക്കാരെ ഒന്നും കാണാൻ പറ്റത്തില്ല. യാചകമുക്തരായി മാറി. ഇൻഡോറാണ്, മധ്യപ്രദേശിലാണ്. അപ്പൊ മധ്യപ്രദേശിൽ ആരെ കാണാൻ പറ്റത്തില്ല? യാചകരെ കാണാൻ പറ്റത്തില്ല. എവിടെയാണ്? ഇൻഡോറിലാണ്. പ്രമുഖ നടൻ മോഹൻലാലിന്റെ ജീവചരിത്രമാണ് മുഖരാഗം. ഇത് പ്രസിദ്ധീകരിക്കുന്നു. മോഹൻലാലിന്റെ ജീവചരിത്രത്തിന്റെ പേരെന്താണ്? മുഖരാഗം. അപ്പൊ മോഹൻലാൽ എന്ന് പറയുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ മുഖം പെട്ടെന്ന് മനസ്സിലേക്ക് തെളിയും അല്ലെ? മുഖരാഗം. നഗരസഭാ പ്രദേശങ്ങളിൽ തണൽ മരങ്ങള്, ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ആസൂത്രണം ചെയ്ത് രാജ്യമൊട്ടാകെ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് വുമൺ ഫോർ ട്രീ, ഹരിത നഗരം. അപ്പൊ നഗരസഭാ പ്രദേശങ്ങളിൽ, നഗരങ്ങൾ നോക്കുവാണെങ്കിൽ ഫുള്ള് ബിൽഡിങ്സ് ഒക്കെയാണ്. ഇപ്പൊ തണലുകൾ കുറവാണ്. അപ്പൊ തണൽ മരങ്ങൾ, അതുപോലെ ഫലവൃക്ഷ തൈകളൊക്കെ നട്ടുപിടിപ്പിക്കണം. കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന, രാജ്യം മുഴുവനും കൊണ്ടുവരാൻ പോകുന്ന ഒരു പരിപാടിയാണ്. ഈ പരിപാടിയുടെ പേര് വിമൻ ഫോർ ട്രീ, ഹരിത നഗരം എന്നാണ്. ഇപ്പൊ നഗരസഭയില് ഇത് കൊണ്ടുവരുന്നു. ഈ പരിപാടി കേന്ദ്ര ഗവൺമെന്റ് ആണ് കൊണ്ടുവരുന്നത്. ഫലവൃക്ഷങ്ങളും അതുപോലെ തന്നെ സസ്യങ്ങൾ, ഈ ഒരു ഫലവൃക്ഷങ്ങളും തണൽ മരങ്ങളുമാണ് പ്രധാനമായും നട്ടുപിടിപ്പിക്കുന്നത്. ഇതിന്റെ പേര് വുമൺ ഫോർ ട്രീ, ഹരിത നഗരം എന്നാണ്. വുമൺ ഫോർ ട്രീ എന്നാണ് ഈ ഒരു ക്യാമ്പയിൻ. ഹരിത നഗരം എന്നാണ് ഇത് പേരിട്ടിരിക്കുന്നത്. വുമൺ ഫോർ ട്രീ എന്ന ക്യാമ്പയിനിലൂടെയാണ് ഹരിത നഗരമാക്കാനുള്ള പദ്ധതിയാണ്. ഈ വർഷത്തെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ലഭിച്ചത് ഒരു ഇന്ത്യക്കാരിക്കാണ് അല്ലെ? ഈ വ്യക്തിയുടെ പേരാണ് ബാനു മുഷ്താഖ്. 12 ചെറുകഥകളുടെ സമാഹാരമായ ഹാർട്ട് ലാമ്പിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അപ്പൊ നമ്മളുടെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ഈ വർഷം ഇന്ത്യയിലേക്കാണ് വരുന്നത്. ഈ പുരസ്കാരം ലഭിച്ചത് ബാനു മുഷ്താഖ് ആണ്. ബാനു മുഷ്താഖിന്റെ 12 ചെറുകഥകളുടെ സമാഹാരമായ ഹാർട്ട് ലാമ്പ് എന്ന കൃതിക്കാണ്. ഹാർട്ട് ലാമ്പ് ആർക്കാണ് ലഭിച്ചത്? ബാനു മുഷ്താഖിനാണ് ലഭിച്ചത്. കന്നഡ സാഹിത്യകാരിയാണ് ബാനു മുഷ്താഖ്. ഏത് കൃതിക്കാണ് ലഭിച്ചത്? ഹാർട്ട് ലാമ്പിനാണ് ലഭിച്ചത്. ഹാർട്ട് ലാമ്പിനാണ് ലഭിച്ചത്. ഇനി ONVയുടെ സാഹിത്യ പുരസ്കാരം നമ്മുടെ കവിയായ പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചു. 3 ലക്ഷം രൂപ ശില്പവുമാണ്, പ്രശസ്തി പത്രവും ഉള്ളതാണ് പുരസ്കാരം. ONV ആർക്ക് ലഭിച്ചു? ONV പുരസ്കാരം പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചു. വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചു. വൈഷ്ണവം സാഹിത്യ പുരസ്കാരം. 2025 മാധവിക്കുട്ടിയുടെ പേരിലുള്ള പുരസ്കാരം ആർക്ക് ലഭിച്ചു? മാധവിക്കുട്ടിയുടെ പേരിലുള്ള പുരസ്കാരം സുഭാഷ് ചന്ദ്രന് ലഭിച്ചു. ആർക്കാണ് ലഭിച്ചത്? സുഭാഷ് ചന്ദ്രൻ. MP വീരേന്ദ്രകുമാർ കർമ്മശ്രേഷ്ഠ പുരസ്കാരം ചാരുപാറ രവിക്ക് ലഭിച്ചു. അപ്പൊ മാധവിക്കുട്ടിയുടെ പേരിലുള്ള പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. പ്രഥമ ഹെർമൻ ഗുണ്ടർട്ട് പുരസ്കാരം, ആദ്യമായിട്ടാണ് ഹെർമൻ ഗുണ്ടർട്ടിന്റെ പേരിൽ ഒരു പുരസ്കാരം കൊടുക്കുന്നത്. അത് ലഭിച്ചത് വള്ളിക്കാവ് മോഹൻദാസിനാണ്. ആർക്ക് ലഭിച്ചു? വള്ളിക്കാവ് മോഹൻദാസിനാണ് ഹെർമൻ ഗുണ്ടർട്ടിന്റെ പേരിലുള്ള പുരസ്കാരം ലഭിച്ചത്. ഹെർമൻ ഗുണ്ടർട്ട്. ഇപ്പൊ ഗുണ്ടകളാണെങ്കിൽ ഒരുപാട് വള്ളി കേസുകളിലൊക്കെ പോയി പെടും അല്ലെ?
ഗുണ്ടകളാണെങ്കിൽ ഒത്തിരി വള്ളി കേസിലൊക്കെ പോയിപ്പെടും. ഗുണ്ട, വള്ളിക്കാവ്. പിന്നെ കുഞ്ഞുനാളിലൊക്കെ ആണെങ്കിൽ പലർക്കും ഈ ഗുണ്ടകളെയൊക്കെ കാണുമ്പോൾ കൊച്ചുങ്ങടുത്ത് ചോദിച്ചാൽ പറയും എനിക്കൊരു ഗുണ്ടയാവാൻ മോഹം ഉണ്ടെന്നൊക്കെ പറയും. അവർക്ക് ഈ ഇടിയൊക്കെ കാണാൻ രസമാണ്, സിനിമയിലൊക്കെ ഫൈറ്റ് അല്ലെ. അപ്പൊ മോഹം ഉണ്ടായിരുന്നു, പലരുടെയും ഒരു മോഹമായിരുന്നാണ് ഇതുപോലെ ഇടിയൊക്കെ ചെയ്യണം അല്ലെ. ഫൈറ്റ് ഒക്കെ പലർക്കും ഇഷ്ടമാണ്, ഇതുപോലെ ഷൂട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ മോഹം ഉണ്ടായിരുന്നു. അപ്പൊ വള്ളി കേസാണ് ഗുണ്ടകൾ എന്ന് മനസ്സിലാക്കുമ്പോൾ മോഹം അങ്ങ് മാറ്റും. ഗായകൻ ബിജു നാരായണന് കലാരത്ന പുരസ്കാരം ലഭിച്ചു. തപസ്യ കലാസാഹിത്യവേദിയുടെ മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക പുരസ്കാരം സാഹിത്യ നിരൂപകൻ ആശാ മേനോന് കിട്ടി. കെ ശ്രീകുമാർ, ആശാ മേനോൻ. അപ്പൊ തപസ്യ കലാസാഹിത്യവേദിയുടെ മാടമ്പ് കുഞ്ഞുകുട്ടൻ പുരസ്കാരമാണ് ഇദ്ദേഹത്തിന് ലഭിച്ചത്. നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് ഓർക്കേണ്ടത് മാധവിക്കുട്ടി പുരസ്കാരം സുഭാഷ് ചന്ദ്രൻ, ONV പുരസ്കാരം പ്രഭാവർമ്മ. പിന്നെ നമ്മൾ ഓർക്കുന്നത് ഹെർമൻ ഗുണ്ടറിന്റെ പുരസ്കാരം, ആദ്യമായിട്ടുള്ള പുരസ്കാരമാണ് വള്ളിക്കാവ് മോഹൻദാസിന്. പിന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബാനു മുഷ്താഖിന് ലഭിച്ച അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം കന്നഡ സാഹിത്യകാരി ഹാർട്ട് ലാം. ഈ 4 പോയിന്റ് ആണ് പ്രധാനമായും നമ്മൾ പഠിക്കേണ്ടത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇനി മറ്റൊരു കാര്യം പറയാം, മലയാളത്തിൽ എപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് തപസ്യ, അതുപോലെ തപസ്വിനി, താപസി, ഇങ്ങനെയൊക്കെ പറഞ്ഞ ചോദ്യങ്ങൾ വരും. ഇതിനകത്ത് തെറ്റായിട്ടുള്ളത് ഏത്? താപസി എന്ന് പറയുന്നൊരു വാക്കില്ല, തപസ്വിനി ഉണ്ട്, തപസ്യ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം സ്ഥിരമായി മലയാളത്തിന് വരാറുണ്ട്. കണ്ടോ, തപസ്യ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? തപസ്യ എന്ന് പറയുന്നൊരു വാക്കുണ്ട്. ഇനി നമ്മൾ അടുത്തത് പറയുന്നു. ഇനി അല്പം സ്പോർട്സ് ആകാം അല്ലെ. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ. പുതിയ ടെസ്റ്റ് ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? ശുഭ്മാൻ ഗില്ലാണ്. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ആർക്കാണ് ലഭിച്ചത്? സിംഗിൾസ് കിരീടം, പുരുഷ സിംഗിൾസ് കിരീടം സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസിനാണ്. ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം കാർലോസ് അൽക്കാരാസിനാണ്. അപ്പൊ ഇറ്റലിയാണ്, കാർലോസിനാണ് ലഭിച്ചത്, അൽക്കരാസിനാണ്. ക്ലിയർ ആണ്. അടുത്തത് ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് വനിത ലഭിച്ചത് ജാസ്മിൻ ആണ്. ജാസ്മിൻ പൗളിനി. ജാവലിൻ താരം നമ്മുടെ നീരജ് ചോപ്ര, ഇദ്ദേഹത്തിന് ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ചു. ഇമ്പോർട്ടന്റ് ആണ്. നീരജ് ചോപ്ര നമ്മുടെ ഒളിമ്പിക് വിന്നർ ആണ്. ഇദ്ദേഹത്തിന് ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം കിട്ടി. ഇനി നമ്മുടെ പാരീസിൽ നടന്ന ഒളിമ്പിക്സിൽ വെള്ളിയും കിട്ടി. അപ്പൊ നീരജ് ചോപ്ര ടെറിട്ടോറിയൽ ആർമിയില് ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ചു. ടെറിട്ടോറിയൽ ആർമി ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ചു. കാർലോസ് അൽക്കാരസിനെ കണ്ടോ? ജാസ്മിൻ പൗളിനിയെ കണ്ടോ? ഇവർ രണ്ടുപേർക്ക് ഏത് പുരസ്കാരമാണ് കിട്ടിയത്? ഇറ്റലിയുടെ ടെന്നീസ് പുരസ്കാരമാണ് ലഭിച്ചത്. ടെന്നീസ് ഓപ്പൺ ടെന്നീസ് പുരസ്കാരമാണ് ലഭിച്ചത്. ഇറ്റലി, കാർലോസ് അൽക്കരാസ്, ജാസ്മിൻ പൗളിനി. ഓക്കെയാണ്. ഇനി ജാവലിൻ ത്രോ 90 മീറ്റർ കടക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. സാഫ് അണ്ടർ-19 ഫുട്ബോൾ കിരീടം ഇന്ത്യക്ക് ലഭിച്ചു. വെരി ഇമ്പോർട്ടന്റ്. സാഫ് അണ്ടർ-19 കിരീടം ആർക്കാണ് ലഭിച്ചത്? ഇന്ത്യക്കാണ് ലഭിച്ചത്. മുൻ വർഷങ്ങളിൽ 2017-16 കാലഘട്ടത്തിൽ സാഫ് 19ന്റെ വിന്നേഴ്സിനെ സ്ഥിരമായി പേസ് ചോദിക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെ കാണുന്നില്ല ഈ ക്വസ്റ്റ്യൻ, അതുകൊണ്ട് ഇനി ഇത് തിരിച്ചു വരാം. ബംഗ്ലാദേശിനെ തോൽപ്പിച്ച് അരുണാചൽ പ്രദേശ് ആയിരുന്നു ചാമ്പ്യൻഷിപ്പ് വേദി. അരുണാചൽ പ്രദേശിലാണ് നടന്നത്. സാഫ് അണ്ടർ-19 ഫുട്ബോൾ കിരീടം ഇന്ത്യക്ക് കിട്ടി. ബംഗ്ലാദേശ് ആയിരുന്നു റണ്ണറപ്പ്, അരുണാചൽ പ്രദേശ് ആയിരുന്നു വേദി. ഇന്ത്യയിൽ തന്നെയാണ് വേദി. സൂപ്പർ ക്ലാസിക് ചെസ് ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദ ചാമ്പ്യനായി. സൂപ്പർ ക്ലാസിക് ചെസ്സിൽ ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദ ചാമ്പ്യനായി. ശ്രീലങ്കൻ താരം ഏഞ്ചലോ മാത്യൂസ് ടെസ്റ്റ് ക്രിക്കറ്റിൽ വിരമിച്ചു. ചൈനയിലെ ഹാങ്ഷുവിൽ ലോകത്തെ ആദ്യ ഹ്യൂമനോയിഡ് റോബോട്ട് ഫൈറ്റിംഗ് ആരംഭിച്ചത്. ചൈനയിലെ ഹാങ്ഷുവിലാണ് ഹ്യൂമനോയിഡ് റോബോട്ട് ഫൈറ്റിംഗ് ആരംഭിച്ചത്. ജിമ്മി കോണേഴ്സ്, റോജർ ഫെഡറർ ഇവയ്ക്ക് ശേഷം പുരുഷ ടെന്നീസിൽ 100 കിരീടങ്ങൾ സ്വന്തമാക്കിയത് നൊവാക് ജോക്കോവിച്ച് ആണ്. അപ്പോ 100 കിരീടം ടെന്നീസിൽ, പുരുഷ ടെന്നീസിൽ സ്വന്തമാക്കിയത് നൊവാക് ജോക്കോവിച്ച്. ജിമ്മി കോണേഴ്സിനും റോജർ ഫെഡററിനും ശേഷമാണ് ഇദ്ദേഹത്തിന് ഈ ഒരു ബഹുമതി ലഭിക്കുന്നത്. 100 കിരീടം ലഭിച്ചു. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പോർട്സ് ന്യൂസുകളാണ് കണ്ടത്. ജാവലിൻ ദൂരം നീരജ് ചോപ്ര 90 കഴിഞ്ഞു. ടെറിട്ടോറിയൽ, അതായത് 90 മീറ്റർ കടന്ന് എറിഞ്ഞു. ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ചു. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് ഇമ്പോർട്ടന്റ് ആണ്. കാർലോസ് അൽക്കാരാസും ജാസ്മിൻ പൗളിനി.
ടെസ്റ്റ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആര്? ശുഭ്മാൻ ഗില്ലാണ്. ഇനി സാഫ് ഗെയിംസ് വിന്നർ ആര്? ഇന്ത്യ. ആരെ തോൽപ്പിച്ചു? ബംഗ്ലാദേശ്. വേദി എവിടെ? അരുണാചൽ പ്രദേശ്. സൂപ്പർ ക്ലാസിക് ചെസ് ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? നൊവാക് ജോക്കോവിച്ച് ഇപ്പൊ 100 കിരീടം സ്വന്തമാക്കി എന്നും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? ആണ്. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അന്താരാഷ്ട്ര പ്രശസ്തനായ പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞൻ ഡോക്ടർ ജയന്ത് വിഷ്ണു നാർലിക്കൽ അന്തരിച്ചു. രാജ്യത്തെ ആണവ ശാസ്ത്രജ്ഞൻ, ആണവോർജ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ MR ശ്രീനിവാസൻ അന്തരിച്ചു. ആധുനിക യുറഗോയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഹോസെ മുഹിക അന്തരിച്ചു. അപ്പൊ യുറുഗയുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഹോസെ മുഹിക. ഇദ്ദേഹം അന്തരിച്ചു. ആദ്യ സന്തോഷ് ട്രോഫി നേടിയ കേരള ടീം അംഗമായിരുന്ന നജിമുദ്ദീൻ അന്തരിച്ചു. ഈ ഒരു അന്തരിക്കൽ പലതും നമ്മൾ കണ്ടു. അതില് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ഹോസെ മുഹികയാണ്. ഹോസെ മുഹികയുടെ ഒരു പ്രത്യേകത യുറുഗയുടെ ശില്പി എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി എവറസ്റ്റ് 31 തവണ കീഴടക്കിയ നേപ്പാളിലെ വ്യക്തിയാണ് ഷെർപ കാമി റിത. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കുന്ന വ്യക്തിയായി തുടരുകയാണ് ഷെർപ കാമി റിത. എത്ര വട്ടം കയറിയപ്പോ? 31 തവണയാണ് ഷെർപ കാമി റിത എവറസ്റ്റ് കീഴടക്കിയത്. എത്ര വട്ടമായി? 31. ഏറ്റവും കൂടുതൽ എവറസ്റ്റ് കീഴടക്കിയത് ആരാണ്? ഷെർപ കാമി റീതയാണ്. 51-ാം വയസ്സിൽ 19-ാം തവണ എവറസ്റ്റ് കയറി ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കയറിയ ഷെർപ വിഭാഗത്തിൽ പെടാത്ത ആളെന്ന നേട്ടം സ്വന്തമാക്കി ഇംഗ്ലണ്ടുകാരനായ കെൻഡൻ കൂൾ. അപ്പൊ 51-ാം വയസ്സിൽ 19-ാം തവണ എവറസ്റ്റ് കയറി ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കയറിയ ഷെർപ്പ വിഭാഗത്തിൽ പെടാത്ത ആള്. സാധാരണ ഷെർപ്പ വിഭാഗത്തിൽ പെടുന്ന ആളുകളാണ് കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയത്. അപ്പൊ ആ ഒരു വിഭാഗത്തിൽ പെടാത്ത ഏറ്റവും കൂടുതൽ എവറസ്റ്റ് കീഴടക്കിയ ഒരു വ്യക്തി എന്നൊരു പേരാണ് കെൻഡൻ കൂളിന് ലഭിച്ചത്. 51 വയസ്സുണ്ട്. കണ്ടാ പറയത്തില്ലല്ലേ 51 വയസ്സ്. കെൻഡൻ കൂള് അമേരിക്കക്കാരനാണ്. ഇനി ചോൺസിൻ ആങ്മോയാണ് എവറസ്റ്റ് കീഴടക്കിയ കാഴ്ച പരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിത. അപ്പൊ കാഴ്ച പരിമിതിയുള്ള ഒരു വനിതയാണ് ചോൺസിൻ ആങ്മോ. ഇന്ത്യൻ വനിതയാണ് എവറസ്റ്റ് കീഴടക്കി. നമുക്ക് കാണാം, എല്ലാം ചെയ്യാം, പക്ഷെ നമുക്കൊന്നും പറ്റത്തില്ലല്ലേ. ഭയങ്കര പാടാണ്. 50-55 ലക്ഷം രൂപ ചെലവുണ്ട്. നമ്മുടെ ഒരു മലയാളി വനിത ഇപ്പൊ കീഴടക്കിയില്ലേ. ഓക്കെ, അവരുടെ ഇന്റർവ്യൂ കണ്ടു നോക്കിയാൽ മതി. അപ്പൊ ഷെർപ്പയെ കണ്ടില്ലേ? 31 തവണ ഷെർപ്പ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈലായ ഭാർഗവാസ്ത്ര വിജയകരമായി പരീക്ഷിച്ചു. ഇപ്പോ ഡ്രോൺ ആക്രമണങ്ങളെയൊക്കെ ചെറുക്കണം. തദ്ദേശീയമായി നമ്മൾ നിർമ്മിച്ച ഒരു ഹ്രസ്വദൂര മിസൈലാണ് ഭാർഗവാസ്ത്ര. എന്താണ് ഭാർഗവാസ്ത്ര? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ജൂണില് ഫസ്റ്റ് ലക്കത്തില് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ദയവായി ഗോൾഡൻ ഗ്ലോബ്, ഇത് ജനുവരി ലക്കമാണ്. ജനുവരി ലക്കത്തില് ആദ്യം 2024 സംഭവിച്ച കാര്യങ്ങളല്ലേ ജനുവരി ലക്കത്തിൽ ആദ്യ ഘട്ടങ്ങളിൽ പറയാൻ പറ്റും. അപ്പൊ അതാണ് പറഞ്ഞേക്കുന്നത്. ഗോൾഡൻ ഗ്ലോബ് 2024. ഏറ്റവും മികച്ച ചിത്രം ദ ബ്രൂട്ടലിസ്റ്റ് ആണ്. ഏറ്റവും മികച്ച ചിത്രം ഏതാണ്? ഗോൾഡൻ ഗ്ലോബ് ദ ബ്രൂട്ടലിസ്റ്റ്. മികച്ച ഇംഗ്ലീഷ് ഇതര സിനിമ എമിലിയ പെരേസ് ആണ്. ഇതൊരു ഫ്രഞ്ച് സിനിമയാണ്. എമിലിയ പെരേസ് ഇതൊരു ഫ്രഞ്ച് ഫിലിമാണ്. അപ്പോ ബ്രൂട്ടലിസ്റ്റ് പഠിച്ചു, അതുപോലെ തന്നെ എമിലിയ പെരേസും കണ്ടു. മികച്ച സംവിധായകനെ പഠിക്കണം. ബ്രാഡി കോർബറ്റ് ദാണ്ടിരിക്കുന്ന ബ്രാഡി കോർബറ്റ്. ഇനി മികച്ച നടനെ പഠിക്കണം. എഡ്രിയൻ ബ്രൂഡി. മികച്ച നടി ഫെർണാണ്ടോ ടോറസ് ആണ് മികച്ച നടി. മികച്ച നടിയാണ് ഫെർണാണ്ടോ ടോറസ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മികച്ച സഹനടനെയാണ്. കീരൻ ആണ് മികച്ച സഹനടൻ. കീരൻ കൽക്കിങ്. ഈ പേരുകളൊക്കെ ആദ്യമായി കേൾക്കുന്നവർക്ക് കുറച്ച് പാടാണ്. മികച്ച സഹനടി സോയി സൽദാനിയാണ്. മികച്ച തിരക്കഥ കോൺക്ലേവ് ആണ്. മികച്ച ടെലിവിഷൻ സീരീസ് ഷോഗൻ. അപ്പോ ബ്രൂട്ടലിസ്റ്റ് ആണ് മികച്ച ചിത്രം. എമിലിയ പെരേസ് ആണ് ഫ്രഞ്ച് സിനിമയാണ്. ഇംഗ്ലീഷ് ഇതര സിനിമ.
സംവിധായകൻ ബ്രാഡി കോർബറ്റ്. മികച്ച നടനെ ഓർത്തു എഡ്രിയൻ ബ്രോഡി. ഇവർ രണ്ടും ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രത്തിലാണ്. മികച്ച നടി ഐ ആം സ്റ്റിൽ ഹിയർ എന്ന ചിത്രത്തിന്റെ ഫെർണാണ്ടോ ടോറസ് ആണ്. സഹനടൻ കീരനാണ്. സഹനടി സോയി ആണ്. തിരക്കഥ കോൺക്ലേവ്. ടെലിവിഷൻ സീരീസ് ഷോഗൺ. ഇനി നമുക്ക് ജെ.സി. ഡാനിയൽ പുരസ്കാരം 2023 ആണ്. മികച്ച സിനിമ 2018 എന്ന ചിത്രമാണ്. സംവിധായകൻ അഖിൽ സത്യൻ. നടൻ ടൊവിനോ. നടി അഞ്ജന ജയപ്രകാശ്. ഗായിക ബി അരുന്ധതി. ഇപ്പൊ ജെ.സി. ഡാനിയൽ പുരസ്കാരം 2023 ചലച്ചിത്ര പുരസ്കാരമാണ്. 2018 എന്നത് മികച്ച ചിത്രവും. സംവിധായകൻ അഖിലാണ്. ടൊവിനോ, അഞ്ജന, ബി അരുന്ധതി. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുരസ്കാരമാണ്. അത് 2024 ഐവറി പുരസ്കാരം ലഭിച്ചത് KS ചിത്രയ്ക്കാണ്. 2024 ഐവറി പുരസ്കാരം ആർക്ക് ലഭിച്ചു? KS ചിത്ര. 2025 പ്രേം നസീറിന്റെ പേരിലുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നടൻ ജഗതി ശ്രീകുമാറിന് ലഭിച്ചു. പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത് നടൻ ജഗതി ശ്രീകുമാർ. ഇനി അടുത്തത് വിലാസിനി നോവൽ പുരസ്കാരം. അപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസിൽ പറയാം. അപ്പൊ ഇത് വിലാസിനി നോവൽ പുരസ്കാരം ഒന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. കെ നസീറ. പാച്ചലൂർ സുകുമാരൻ സ്മാരക പുരസ്കാരം ഒന്നും കണ്ടിട്ടില്ല. കെ ജയകുമാർ. ഇനി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂരാണ് ജേതാക്കളായത്. അപ്പൊ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ജേതാക്കൾ ആരാണ്? തൃശൂർ. വേദി തിരുവനന്തപുരം. അപ്പൊ സ്കൂൾ കലോത്സവം വേദി തിരുവനന്തപുരമാണ്. വിജയിച്ചത് ആരാണ്? തൃശൂരാണ്. വെരി ഇമ്പോർട്ടന്റ്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്തോ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥി. വെരി ഇമ്പോർട്ടന്റ്. ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആണ്. ആരാണ് മുഖ്യാതിഥിയാകുന്നത്? പ്രബോവോ സുബിയാന്തോ. അപ്പൊ ഒരാള് വരുന്നു അല്ലെ, സുഖമാണോ എന്ന് ചോദിക്കുന്നു എന്നൊക്കെ നമ്മൾ ഓർത്ത് വെക്കാം. പ്രബോവോ സുബിയാന്തോ റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യാതിഥി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ്. കേന്ദ്ര റിസർവ് പോലീസ് ഫോഴ്സ് മേധാവി വിദുൽ കുമാറിനെ നിയമിച്ചു. തോംസൺ ജോസ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ. 1,60,000 വർഷത്തിലൊരിക്കൽ മാത്രം കാണാനാകുന്ന കോമറ്റ് G3 എന്ന അപൂർവ വാൽനക്ഷത്രം ജനുവരി 13 രാത്രി ദൃശ്യമായി. ഇത് ഒരു ഇമ്പോർട്ടന്റ് ആണ്. ഇതിനു മുമ്പും കോമറ്റ് വന്നപ്പോൾ അതൊരു PSC ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. അപ്പൊ 1,60,000 വർഷത്തിലൊരിക്കൽ മാത്രം കാണാവുന്ന കോമറ്റ് G3 ഇതെന്നാണ് കണ്ടത് എന്നൊക്കെ ചോദിച്ചു കളയും. ജനുവരി 13 2025 കണ്ടത്. ജനുവരി 13 കോമറ്റ് G3. ഇനി ഇന്ത്യ പണിയാൻ ഉദ്ദേശിക്കുന്ന ബഹിരാകാശ നിലയം നിർമ്മാണം ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ വെച്ച് അറ്റകുറ്റപ്പണി നടത്തുന്നതിനുമുള്ള സാങ്കേതിക വിദ്യയാണ് റീലൊക്കേറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ അല്ലെങ്കിൽ നടക്കും യന്ത്രക്കൈ. ഇത് വിജയിച്ചു. ന്യൂസിലൻഡ് ഓപ്പണർ മാർട്ടിൻ ഗപ്റ്റിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. അത് നമുക്ക് വേണ്ട ബ്രസീലുകാരി കന്യാസ്ത്രീ പുതിയ ലോക മുത്തശ്ശി ഡോക്ടർ വി നാരായണൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു വാർത്തയാണിത്. ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണനാണ്. ഡോക്ടർ വി നാരായണനാണ് ISROയുടെ നിലവിലെ ചെയർമാൻ. ഇനി യുഎസിന്റെ 39ാം പ്രസിഡന്റ് ജിമ്മി കാർട്ടർ അന്തരിച്ചു. യുഎസ് പ്രസിഡന്റ് ആണ് ജിമ്മി കാർട്ടർ. അന്തരിച്ചു. 100 വയസ്സ് വരെ ജീവിച്ച ഏക അമേരിക്കൻ പ്രസിഡന്റ് ആണ്. ഇന്ത്യ ആണവ ശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശാസ്ത്രജ്ഞൻ രാജഗോപാല ചിദംബരം അന്തരിച്ചു. ഈ അന്തരിക്കുന്നവരെ ഏതെങ്കിലുമൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കും. ലത്തീൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്തത് ആരാണ്? ഇതെപ്പോഴും PSCയുടെ ഒരു സ്ഥിരം GK ക്വസ്റ്റ്യൻ ആണ്. KS മണിലാൽ. അപ്പോ ഹോർത്തൂസ് മലബാറിക്കസ് ലാറ്റിൻകാരുടെ നമ്മുടെ സംഭാവന, ഡച്ചുകാരുടെ സംഭാവന, ഇത് മലയാളത്തിലേക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തത് മണിലാലാണ്. ഇദ്ദേഹം അന്തരിച്ചു. ഡോക്ടർ നന്ദിയോട് രാമചന്ദ്രൻ അന്തരിച്ചു. ചരിത്രകാരനാണ്. S ജയചന്ദ്രൻ അന്തരിച്ചു. ഗ്രീക്ക് പ്രധാനമന്ത്രി കോസ്റ്റ സിമിറ്റസ് അന്തരിച്ചു. ഷൂട്ടിംഗ് താരം മനു ഭാക്കർ, ലോക ചെസ് ഡി ഗുഗേഷ്, ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻ പ്രീത് സിംഗ്, പാരാത്ലറ്റ് പ്രവീൺ കുമാർ, രാജ്യത്തിന്റെ പരമോന്നത പുരസ്കാരം വെരി ഇമ്പോർട്ടന്റ് ഖേൽരത്ന പുരസ്കാരം. അപ്പൊ ഖേൽരത്ന പുരസ്കാരം ആർക്കൊക്കെയാണ് ലഭിച്ചത്?
ഒന്ന് മനോ ഭാക്കർ, 2 ഒളിമ്പിക്സ് ആണ് കിട്ടിയത്, അതുകൊണ്ട് മനോ ഭാക്കർ. ലോക ചെസ് ചാമ്പ്യനായ ഡി ഗുഗേഷ്, 18 വയസ്സിൽ തന്നെ ചാമ്പ്യനായ ഡി ഗുഗേഷ്. ഹോക്കി ടീം ക്യാപ്റ്റനായ ഹർമൻപ്രീത് സിംഗ്, പാരാ അത്ലറ്റ് ആയ പ്രവീൺ കുമാർ. ഇവർക്ക് ഇത്രയുമാണ് ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചത്. ഇനി ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ്, കായിക പുരസ്കാരമാണ് ഖേൽ രത്ന. നേരത്തെ രാജീവ് ഗാന്ധിയുടെ പേരിലായിരുന്നു, ഇപ്പൊ ധ്യാൻ ചന്ദിന്റെ പേരിലാണ്. നമ്മുടെ സാജൻ പ്രകാശ് എന്ന മലയാളി നീന്തൽ താരത്തിന് അർജുന അവാർഡ് ലഭിച്ചു. മലയാളി ബാഡ്മിന്റൺ കോച്ച് എസ് മുരളീധരൻ ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചു. അപ്പൊ ബാഡ്മിന്റൺ കോച്ച് എസ് മുരളീധരന് ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചു. വെരി ഇമ്പോർട്ടന്റ്. ദ്രോണാചാര്യ പുരസ്കാരം ആർക്ക് ലഭിച്ചു? നമ്മുടെ അർജുന അവാർഡ് ആർക്ക് ലഭിച്ചു? ഖേൽ രത്ന പുരസ്കാരം ആർക്ക് ലഭിച്ചു? ഇനി ഇതിനു മുമ്പും PSC ചോദിച്ചു, ഈ കൊനേരു ഹംപി ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നായിരുന്നു ചോദ്യം. ആൻസർ ചെസ്. ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം ഇന്ത്യയുടെ കൊനേരു ഹംപി. വനിതാ അണ്ടർ 19 ഏകദിന ക്രിക്കറ്റ് മേഘാലയക്കെതിരെ 157 പന്തിൽ 346 റൺസ് നേടി യൂത്ത് ലിസ്റ്റ് എ ക്രിക്കറ്റിൽ മുംബൈ ഓപ്പണറായ ഇറ ജാദവ് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടി. വനിതാ ഏകദിന ക്രിക്കറ്റ് അയർലൻഡിനെതിരെ 50 ഓവർ 370 റൺസ് നേടി റെക്കോർഡ് കരസ്ഥമാക്കി ഇന്ത്യ. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ കേരളത്തെ തോൽപ്പിച്ചു ബംഗാൾ ചാമ്പ്യന്മാര്. സന്തോഷ് ട്രോഫി എപ്പോഴും ചോദിക്കുന്നതാണ്. സന്തോഷ് ട്രോഫി ജേതാക്കൾ ആരാണ്? ബംഗാൾ. ആരാണ് റണ്ണറപ്പ്? ഇന്ത്യ. കേരളം. അപ്പോ സന്തോഷ് ട്രോഫിയുടെ വിന്നർ ബംഗാളും റണ്ണറപ്പ് കേരളവുമാണ്. സന്തോഷ് ട്രോഫി. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ കണ്ടത്. ക്ലിയർ അല്ലേ? അതൊന്ന് വളരെ ഫാസ്റ്റ് ആയിട്ടൊന്ന് റിവിഷൻ ചെയ്തേക്കാം. ഒന്ന്, നമ്മൾ ഗോൾഡൻ ഗ്ലോബിനെ കുറിച്ചാണ് പഠിച്ചത്. ഗോൾഡൻ ഗ്ലോബില് നമുക്ക് ദ ബ്രൂട്ടലിസ്റ്റ്, എമിലിയ പെരേസ്, ബ്രാഡി കോർബറ്റ്, അതുപോലെ തന്നെ എഡ്രിയൻ ബ്രൂഡി, ഫെർണാണ്ടോ ടോറസ്. ജെസി ഡാനിയൽ സിനിമ കണ്ടു. ടോവിനോ തോമസ്, അഞ്ജന ബി അരുന്ധതിയൊക്കെ കണ്ടു. ചിത്ര ഐവറി പുരസ്കാരം, പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് കണ്ടു. സ്കൂൾ കലോത്സവം തൃശൂരാണ് ജേതാക്കൾ. നമ്മുടെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ റിപ്പബ്ലിക് ദിന അതിഥി. G3 എന്നാണ് 13. G3 തന്നെ. അപ്പൊ G ജനുവരി 3 13 എന്ന് ഓർക്കാം. നടക്കും യന്ത്രക്കൈ. പിന്നെ ഡോക്ടർ വി നാരായണൻ ISROയുടെ നിലവിലെ ചെയർമാൻ. അതിനുശേഷം നമ്മൾ ഇതും കൂടെ ഓർക്കണം. P ജയചന്ദ്രൻ അന്തരിച്ചു. പിന്നെ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ, 39ാമത്തെ പ്രസിഡന്റ്, 100 വയസ്സിൽ കൂടുതൽ ജീവിച്ച US പ്രസിഡന്റ്. ആർക്കൊക്കെയാണ് ഖേൽ രത്ന പുരസ്കാരം? ഗുഗേഷ്, മനോ ഭാക്കർ, ഹർമൻപ്രീത്, പിന്നെ പ്രവീൺ കുമാർ. മലയാളി നീന്തൽ സാജൻ പ്രകാശ് അർജുന അവാർഡ്. കോച്ച് എസ് മുരളീധരൻ ദ്രോണാചാര്യ പുരസ്കാരം. വനിതാ റാപ്പിഡ് ചെസ് കിരീടം കൊനേരു ഹംപി. സന്തോഷ് ട്രോഫി ബംഗാള്, കേരളം റണ്ണറപ്പ്. ഇത്രയാണ് ഇതിനകത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഓക്കെ ആണ്? നമ്മൾ ഇതിനകത്ത് ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നത് അയർലൻഡിനെതിരെ രാജ്കോട്ടിൽ നടന്ന വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പര അവസാന മത്സരം ഇന്ത്യ 435 റൺസ്. ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോറാണ്. പുരുഷ വനിതാ ക്രിക്കറ്റ് എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോറാണ് 435. ഇന്ത്യ നേടിയ 304 റൺസ് ജയം വനിതാ ഏകദിനത്തിലെ ഏറ്റവും ഉയർന്ന വിജയമാണ്. അപ്പൊ ഇതേ പരമ്പരയിൽ രണ്ടാം മത്സരത്തിൽ നേടിയ 371 റൺസ് ഇതുവരെ വനിതകളുടെ ഉയർന്ന സ്കോർ. 2011 വെസ്റ്റ് ഇൻഡീസിനെതിരെ നേടിയ 418 റൺസാണ് പുരുഷന്മാരുടെ ഉയർന്ന സ്കോർ. ഇപ്പൊ ഏറ്റവും ഉയർന്ന സ്കോർ ഇപ്പൊ വനിതകളാണ് സ്വന്തമാക്കിയത്. 435 റണ്ണാണ് വനിതകൾ സ്വന്തമാക്കിയത്. പുരുഷന്മാരുടെ ഏറ്റവും ഉയർന്ന സ്കോർ 418 ആണ്. 2011 അപ്പൊ ഇംഗ്ലീഷ് സാഹിത്യകാരൻ ജോർജ് ഓർവെലിനൊപ്പം ആദരസൂചകമായി 75ാം ചരമവാർഷികത്തിൽ 2 പൗണ്ടിന്റെ പുതിയ നാണയം ബ്രിട്ടൻ ഇറക്കി. അപ്പോ ആർക്ക് വേണ്ടിയിട്ടാണ് 2 പൗണ്ടിന്റെ നാണയം ഇറക്കിയത്? അദ്ദേഹത്തിന്റെ 75ാം വാർഷികം. ബ്രിട്ടൻ ആണ്. ജോർജ് ഓർവെൽ. പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന് പാർലമെന്റ് ഇംപീച്ച് ചെയ്ത ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യുൻ സ്ക്യോൾ അറസ്റ്റിലായി. പദവിയിലിരിക്കുന്ന അറസ്റ്റിലാകുന്ന ആദ്യ പ്രസിഡന്റ് ആണ്. ഇതൊക്കെ ചോദിക്കാം. അറസ്റ്റിലായ പ്രസിഡന്റ് ആരാണ്? അറസ്റ്റിലായ പ്രസിഡന്റ് യുൻ സ്ക്യോൾ ആണ്. ഇദ്ദേഹം ഏത് രാജ്യക്കാരനാണ്? ദക്ഷിണ കൊറിയനാണ്. INS സൂറത്ത്, INS നീലഗിരി, അന്തർവാഹിനി INS വാക്ഷീറൊക്കെ കമ്മീഷൻ ചെയ്തു.
സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷൻ മുഖ്യമന്ത്രിയുടെ പുരസ്കാരം കണ്ണൂർ സിറ്റി തലശ്ശേരി പോലീസ് സ്റ്റേഷന് ലഭിച്ചു. കണ്ണൂർ തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ് ഏറ്റവും ഉയർന്ന ഈ ഒരു പുരസ്കാരം, മികച്ച പോലീസ് സ്റ്റേഷൻ എന്ന പുരസ്കാരം ലഭിച്ചത്. വെരി ഇമ്പോർട്ടന്റ്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷൻ ചോദിക്കാറുണ്ട്. മുഖ്യമന്ത്രിയുടെ പുരസ്കാരം ലഭിച്ചത് കണ്ണൂർ സിറ്റിയിലെ തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ആത്മകഥയുടെ പേരെന്ത്? ഹോപ്പ്. വെരി ഇമ്പോർട്ടന്റ്. ആത്മകഥയുടെ പേര് ഹോപ്പ് എന്നാണ്. ഇനി അടുത്ത ലെബനന്റെ പുതിയ പ്രധാനമന്ത്രി ജോസഫ് ഔൻ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. അടുത്ത നമ്മൾ പത്മ പുരസ്കാരങ്ങളിലേക്കാണ് പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അവാർഡാണ് പത്മ പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരനായ NT, ഇത് 2025 ചോദ്യമായിരുന്നു. അതുപോലെ നാഗേശ്വര റെഡ്ഡി, ജഗദീഷ് സിംഗ് കേഹാർ, കുമുദിനി രജനീകാന്ത് ലഖിയ, ഒസാമോ സുസുക്കി ചോദിക്കാൻ സാധ്യതയുണ്ട്. ശാരദ സിൻഹ, L സുബ്രഹ്മണ്യം, ഇവർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. പത്മവിഭൂഷൺ ലഭിച്ചതിൽ ഒരു മലയാളിയുണ്ട്, നമ്മുടെ MT. പിന്നെ ഒസാമോ സുസുക്കിയെ ഓർക്കുക. ഇന്ത്യൻ ഹോക്കി ടീം മുൻ ക്യാപ്റ്റൻ, ഗോൾ കീപ്പർ പിയ ശ്രീജേഷ്, ശോഭന, തമിഴ്നടൻ അജിത്ത്, ഹൃദ്രോഗ വിദഗ്ധൻ ജോസ് ടാക്കോ പെരിയപുരം, ഇങ്ങനെ 19 പേർക്ക് പത്മഭൂഷൺ ലഭിച്ചു. ഫുട്ബോൾ താരം IM വിജയൻ ഉൾപ്പെടെ 113 പേർക്ക് പത്മശ്രീ ലഭിച്ചു. അപ്പൊ 113 പേർക്ക് പത്മശ്രീ ലഭിച്ചു, 19 പേർക്ക് പത്മഭൂഷൺ ലഭിച്ചു, 7 പേർക്കോളം എന്ത് ലഭിക്കുന്നു? MTക്കുണ്ട്. ദുവൂർ നാഗേശ്വര റെഡ്ഡി, ജഗദീഷ് സിംഗ് കേഹാർ, കുമുദിനി രജനീകാന്ത് ലഖിയ, ഒസാമു സുസുക്കി, ശാരദ സിൻഹ, L സുബ്രഹ്മണ്യം, ഇങ്ങനെ 7 പേർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. ഇത്രയും ക്ലിയർ ആണ്. അപ്പോ നമ്മുടെ മലയാളികൾ എന്ന് പറയുമ്പോൾ ശോഭനയെ കൂട്ടരുത്. ശോഭന തമിഴ്നാട്ടിൽ നിന്നാണ്, ജന്മനാടതായിട്ട് അവിടെയാണ് കൂട്ടുന്നത്. IM വിജയൻ മലയാളിയാണ്. MG പത്മവിഭൂഷൺ ലഭിച്ചു. ജോസ് ടാക്കോ പെരിയപുരം, ഇവരൊക്കെ മലയാളികൾ. പ്രേം നസീർ പുരസ്കാരം ആർക്ക് ലഭിച്ചു? ഇതിനു മുമ്പ് നമ്മൾ പ്രേം നസീറിന്റെ പേരിലുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ച ജഗദീഷ് ശ്രീകുമാറിനെ കണ്ടു. 2025 പുരസ്കാരമായിരുന്നു. ഇപ്പൊ പ്രേം നസീറിന്റെ പേരിലുള്ള മറ്റൊരു പുരസ്കാരമാണ് കാണുന്നത്. ഷീലയ്ക്ക് ലഭിച്ചു. 2024 മികച്ച T20 താരമായി ഇന്ത്യയുടെ അർഷ്ദീപ് സിംഗ് തെരഞ്ഞെടുക്കപ്പെട്ടു. അർഷ്ദീപ് സിംഗ് ആണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി നമുക്ക് വേണ്ടത് വിക്ഷേപണ വാഹനങ്ങൾ പുനരുപയോഗിക്കാം, വീണ്ടെടുക്കാം. സാങ്കേതിക വിദ്യ വികാസ് ലിക്വിഡ് എഞ്ചിന്റെ പരീക്ഷണം ISRO വിജയിപ്പിച്ചു. വികാസ് ലിക്വിഡ്, വിക്ഷേപണ വാഹനങ്ങൾക്ക് പുനരുപയോഗിക്കാം, വീണ്ടെടുക്കാം. വികാസ് ലിക്വിഡ്. അടുത്തത് SK വസന്തന് ഗുപ്തൻ നായരുടെ പുരസ്കാരം. R1 എന്ന ചെലവ് കുറഞ്ഞ വേഗം കൂടിയ AI മോഡൽ നിർമ്മിച്ച് ചൈനീസ് കമ്പനി ഡീപ്സീക്കിന്റെ AI മോഡൽ ഏറ്റവും ചെലവ് കുറഞ്ഞത് R1. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ICC കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ടെസ്റ്റ് താരമായി ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറ. വെരി ഇമ്പോർട്ടന്റ്. വനിതാ ഏകദിന മികച്ച താരമായി സ്മൃതി മന്ധാന. അപ്പൊ ICCയുടെ മികച്ച താരം ജസ്പ്രീത് ബുംറയാണ്. ICC മികച്ച വനിതാ താരം സ്മൃതി മന്ധാന. അപ്പോ മികച്ച പുരുഷ താരമാരാണ്? അത് ജസ്പ്രീത് ബുംറയാണ്. മികച്ച വനിതാ താരമാരാണ്? സ്മൃതി മന്ദാനയാണ്. ഷീല പ്രേം നസീർ പുരസ്കാരമാണ് ലഭിച്ചത്. പിന്നെ നമ്മൾ പത്മ പുരസ്കാരങ്ങൾ കണ്ടു. ഇനി അടുത്തത് ഫിഡെ ലോക റാങ്കിങ്ങിൽ ഇന്ത്യക്കാരൻ ഒന്നാമതായി. ഫിഡെ ലോക റാങ്കിങ്ങിൽ ഇന്ത്യക്കാരൻ എന്താകുന്നു? 1-ാം സ്ഥാനത്തെത്തുന്നു. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ന്യൂസാണ്. കൗലാലംപൂർ നടന്ന വനിതകളുടെ അണ്ടർ-19 2020 ക്രിക്കറ്റ് ലോകകപ്പ് മലേഷ്യക്കെതിരെ നടന്ന മത്സരം ഹാട്രിക് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൗളറായി വൈഷ്ണവി ശർമ്മ. ക്രിക്കറ്റ് പന്തുകൾ ഉപയോഗിച്ച് 50 years ഓഫ് വാങ്കഡെ സ്റ്റേഡിയം എന്ന വാക്യം എഴുതി ഗിന്നസ് റെക്കോർഡ് ഇട്ട് മുംബൈ വാങ്കഡെ സ്റ്റേഡിയം. അപ്പൊ ബോൾ ഉപയോഗിച്ചിട്ടാണ് 14,505 ബോളുകളൊക്കെ ഉപയോഗിച്ചു. പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മലയാളി K വിനോദ് ചന്ദ്രൻ സുപ്രീം കോടതി ജഡ്ജിയായി. ഇപ്പൊ മലയാളിയായിട്ടുള്ള വിനോദ് ചന്ദ്രൻ ആരായി? സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജിയായി. സുപ്രീം കോടതിയിൽ 35 അംഗങ്ങളാണ്. 34 അംഗങ്ങളാണ്. ഒരു ചീഫ് ജസ്റ്റിസും 33 ജഡ്ജും. അതിലൊരു മലയാളി വരുന്നു, K വിനോദ് ചന്ദ്രൻ. ലോക സാമ്പത്തിക ഉച്ചകോടി സ്വിറ്റ്സർലൻഡ് ദാവോസിൽ നടന്നു. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ലോക സാമ്പത്തിക ഉച്ചകോടി എവിടെ നടന്നു? സാമ്പത്തിക ഉച്ചകോടി സ്വിറ്റ്സർലൻഡിലാണ്, ദാവോസിലാണ് നടന്നത്. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം അമേരിക്കയുടെ മാഡിസൺ കെയ്സിന് ലഭിച്ചു.
ഫൈനൽ ബെലറൂസിലെ ആര്യന സബലങ്കയാണ് പരാജയപ്പെടുത്തിയത്. ഓസ്ട്രേലിയൻ ഓപ്പൺ ഇമ്പോർട്ടന്റ് ആണ്. ആർക്ക് ലഭിച്ചു? അമേരിക്കയുടെ മാഡായിട്ടുള്ള ആൾക്ക് കിട്ടി. മാഡിസൺ കേസിൽ. ബഹിരാകാശ പേടകങ്ങളെ കൂട്ടിയോജിപ്പിക്കും. ഇത് PSC ചോദിച്ചു കഴിഞ്ഞു. കറണ്ട് അഫയർ. സ്പേസ് ഡോക്കിംഗ് നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ. US, റഷ്യ, ചൈന. ഇതിനുശേഷം നമ്മുടെ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറുന്നു. ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ ഈ 6 ഗ്രഹങ്ങൾ ജനുവരി 25-ാം തീയതി രാത്രി ഒന്നിച്ച് ഒരേ നിരയിൽ ആകാശത്ത് ദൃശ്യമായി. അപ്പൊ 6 ഗ്രഹങ്ങള് ആകാശത്ത് ദൃശ്യമായി. ശുക്രനുണ്ട്, ചൊവ്വയുണ്ട്, വ്യാഴമുണ്ട്, ശനിയുണ്ട്, യുറാനസ് ഉണ്ട്. അപ്പോ 6 ഗ്രഹങ്ങൾ, നെപ്റ്റ്യൂണും ഉണ്ട്. ബുധനും ഭൂമി തന്നെയാണല്ലോ ദൃശ്യം, അതുകൊണ്ട് ഭൂമി വേണ്ട. അപ്പൊ ഈ 6 ഗ്രഹങ്ങള് കാണാൻ പറ്റി എന്നുള്ളതാണ്. ഏത് ദിവസമാണെന്ന് ഓർക്കുക? ജനുവരി 25, 2025. മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി കോഴിക്കോട് വിജിലൻസ് ട്രിബ്യൂണൽ വിഗീത. രാജ്യത്തെ ആദ്യ കൊറോണറി ആർട്ടറി ബൈപ്പാസ്, ആദ്യ ശിശുഹൃദയം മാറ്റിവെക്കൽ, ആദ്യ ഹൃദയ ശ്വാസകോശം മാറ്റിവെക്കൽ, ഇങ്ങനെ പ്രശസ്തയായി. വേൾഡ് കോൺഗ്രസ് ഓഫ് thoracic cardiac സർജൻ പ്രസിഡന്റ് സ്ഥാനം വഹിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് ഡോക്ടർ KM ചെറിയൻ അന്തരിച്ചു. ഡോക്ടർ KM ചെറിയൻ. രാജ്യത്തെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നു. ഇതും PSC ചോദിച്ച കറണ്ട് അഫയർ ആണ്. ആദ്യമായി നടപ്പിലാക്കാൻ പോകുന്നത് ഉത്തരാഖണ്ഡ്. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ടെന്നീസ് കിരീടം ഇറ്റലി യാനിക് സിന്നർ. അപ്പോ ഇതിനു മുമ്പ് നമ്മൾ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിത ആർക്ക് ലഭിച്ചു എന്ന് കണ്ടു? മാഡിസൺ, അമേരിക്ക മാഡായി എന്ന് പറഞ്ഞു. ഇത് ഇറ്റലിയുടെ യാനിക് സിന്നർ ആണ്. അപ്പൊ ഇറ്റലിയാണ് യാനിക് സിന്നർ. ജർമ്മനിയുടെ അലക്സാണ്ടർ സൊരേവിനെയാണ് പരാജയപ്പെടുത്തിയത്. ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്റർ 100ാം വിക്ഷേപണം നടത്തി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം. അപ്പൊ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് 100 വിക്ഷേപണങ്ങൾ കംപ്ലീറ്റ് ആയി എന്ന് ഓർക്കുക. 38ാം ദേശീയ ഗെയിംസ് ഉത്തരാഖണ്ഡ് ഡെറാഡൂണിൽ നടന്നു. ഇത് ഇമ്പോർട്ടന്റ് ആണ്. 38ാം ദേശീയ ഗെയിംസ് എവിടെയാണ് നടന്നത്? ഡെറാഡൂണിലാണ്. 38ാമത്തെ ദേശീയ ഗെയിംസ് ആണ് 2025 നടന്നത്. ഡെറാഡൂണിലാണ്. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ്. ഉത്തരാഖണ്ഡാണ് ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയത്. അണ്ടർ-19 വനിതാ 20 ലോകകപ്പ് ക്രിക്കറ്റ് സെഞ്ചുറി നേടുന്ന ആദ്യ താരം തെലങ്കാന ജീത് ഋഷ. ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസ് ബ്ലൂ ഒറിജിൻ കൂറ്റൻ റോക്കറ്റ് ന്യൂ ഗ്ലെന്നി എന്ന ആദ്യ പരീക്ഷണം വിജയകരം. ഇത് ഇമ്പോർട്ടന്റ്. ആമസോൺ സ്ഥാപകനായ നമ്മുടെ ജെഫ് ബെസോസ് ബ്ലൂ ഒറിജിൻ എന്ന കമ്പനി കൂറ്റൻ റോക്കറ്റ് വിട്ടു. ന്യൂ ഗ്ലെന്നി എന്ന റോക്കറ്റ് ആരുടെയാന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം ആമസോണിന്റെയാണ്. ന്യൂ ഗ്ലെന്നി. അപ്പൊ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയി. അങ്ങനെ നമ്മൾ ജനുവരി 2 കംപ്ലീറ്റ് ആവുകയാണ്. ഇവിടെ നമ്മൾ ഇനി ഫെബ്രുവരിയിലേക്കാണ് പോവേണ്ടത്. അപ്പൊ അതിനു മുമ്പായിട്ട് നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ഒന്ന് നോക്കാം. നമ്മൾ ആദ്യം പഠിച്ചത് ജോർജ് ഓർവെൽ 2 പൗണ്ട് ബ്രിട്ടൻ. പട്ടാള നിയമം പ്രഖ്യാപിച്ചു അല്ലെ. യുൻ സ്ക്യോൾ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് അറസ്റ്റിലായി. പിന്നെ മികച്ച പോലീസ് സ്റ്റേഷൻ ഓർക്കണം, കണ്ണൂർ സിറ്റി തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ആത്മകഥ ഹോപ്പാണ്. ജോസഫ് ഔൺ അത് പോട്ടെ. ഇനി നമുക്ക് പത്മ പുരസ്കാരത്തിലേക്ക് പോകാം. പത്മ പുരസ്കാരം MT, അതുപോലെ IM വിജയൻ, നമ്മുടെ ശ്രീജേഷ്, ശോഭന, അജിത്ത്, പിന്നെ ഹൃദ്രോഗ വിദഗ്ധൻ ജോസ് ചാക്കോ പെരുവിരൊക്കെ ഓർക്കുക. പ്രേം നസീർ പുരസ്കാരം ആർക്ക് കിട്ടി? ഷീലാമയ്ക്ക് കിട്ടി. 2020 താരം ആര്? അർഷ്ദീപ് സിംഗ് ആണ്. പിന്നെ നമുക്ക് വികാസ് ലിക്വിഡ് കണ്ടു. SK വസന്തൻ, R1 ചിലവ് കുറവ്, AI ഡീപ്സിക്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ICC മികച്ച താരം ജസ്പ്രീത്, വനിത സ്മൃതി മന്ദാന. പിന്നെ നമ്മൾ D ഗുഗേഷ് ഫെഡയിൽ 1ാം സ്ഥാനം. പിന്നെ നമുക്ക് വേണ്ടത് വാങ്കഡെ സ്റ്റേഡിയത്തിന് റെക്കോർഡ് കിട്ടി. മുംബൈ വാങ്കഡെ സ്റ്റേഡിയം. വിനോദ് ചന്ദ്രനെ കണ്ടു. ലോക സാമ്പത്തിക ഉച്ചകോടി സ്വിറ്റ്സർലൻഡ് ദാവോസ്. ടെന്നീസ് ഓസ്ട്രേലിയൻ ഓപ്പൺ മാഡിസൺ കെയ്ൻ അമേരിക്ക. ഇറ്റലി യൂണിക് നെയിം ഓർക്കുക. 4ാമത്തെ രാജ്യമായി സ്പേസ് ഡോക്കിംഗ് ഇന്ത്യ, US, റഷ്യ, ചൈനയ്ക്ക് ശേഷം. ശുക്രൻ, ചൊവ്വ ഇങ്ങനെ 6 ഗ്രഹങ്ങൾ ഒന്നിച്ച് ജനുവരി 25 ക്രിസ്മസ് 25 ഡിസംബർ അല്ലേ, അതുപോലെ ജനുവരി 25 എന്ന് ഓർക്കാം. ഇനി നമുക്ക് KM ചെറിയാനെ കണ്ടു. ഏക സിവിൽ കോഡ് ഉത്തരാഖണ്ഡ്. യാനിക് സിന്നർ ഇറ്റലി. ശ്രീഹരിക്കോട്ട 100 എണ്ണം. 38ാം ദേശീയ ഗെയിംസ് ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ. ഇനി നമുക്ക് ദെഹ്റാദൂൺ എന്നാണ് എഴുതിയത്. ഡെറാഡൂൺ എന്നല്ല എഴുതിയത്, ദെഹ്റാദൂൺ എന്ന് എഴുതിയത്. ദെഹ്റാദൂൺ ആണെങ്കിൽ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ അറിയത്തില്ല.
ആമസോൺ ന്യൂ ഗ്ലെന്നി ഓർക്കുക, ന്യൂ ഗ്ലെന്നി. അടുത്തത് നമ്മൾ അടുത്ത ഫെബ്രുവരി 1 ഘട്ടത്തിലേക്ക് പോവുകയാണ്. ജനുവരി നമ്മൾ കംപ്ലീറ്റ് ആയി. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്നു. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്നത് ആരാണ്? ഇപ്പോ 62 മണിക്കൂർ അല്ലെ 6 മിനിറ്റ് നടന്നത് സുനിത വില്യംസ് ആയി. 62 മണിക്കൂർ 6 മിനിറ്റ്. ആർക്ക് ലഭിച്ചു? ഇന്ത്യൻ വംശജ സുനിത വില്യംസ്. പെഗ്ഗി വിറ്റ്സൺ 60 മണിക്കൂർ 21 മിനിറ്റ്. ഏറ്റവും കൂടുതൽ കാലം കഴിഞ്ഞത് പെഗ്ഗി വിറ്റ്സൺ ആണ്. ലോക 1-ാം നമ്പർ വനിതാ ടെന്നീസ് താരം റുമാനിയയുടെ സിമോണ ഹാലെപ്പ് വിരമിച്ചു. റുമാനിയക്കാരിയാണെന്ന് ഓർക്കണം. ആ രാജ്യമൊക്കെ കയറി ചോദിക്കും. റുമാനിയയുടെ സിമോണ ഹാലെപ്പ്. ക്രിക്കറ്റ് 3 ഫോർമാറ്റ് അരങ്ങേറ്റം 3 വിക്കറ്റ് വീതം നേടി ആര്? ഹർഷിത് റാണ. ബ്രസീൽ ഫുട്ബോൾ താരം ബാഴ്സലോണ വിരമിച്ചു. ഇനി GSLV F-15 റോക്കറ്റ് ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്റർ 100-ാം വിക്ഷേപണം NVS-02. ഏതാണ് 100-ാം വിക്ഷേപണം ആയത്? NVS-02. അപ്പോ ഏത് വാഹനമായിരുന്നു? GSLV F-15. GSLV F-15 ആണ് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ 100-ാം വിക്ഷേപണം നടത്തിയത്. ഇതൊരു ഭൂസ്ഥിര ഉപഗ്രഹമായിരുന്നു. സുഗതകുമാരിയുടെ 90 നവതി ആഘോഷം അപ്പോ ഏർപ്പെടുത്തിയ സുഗതി നവതി പുരസ്കാരം പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീമൻ നാരായണന് ലഭിച്ചു. ഇനി നമുക്ക് 35ാമത്തെ ഗ്രാമി പുരസ്കാരം ഏറ്റവും കൂടുതൽ അവാർഡ് ലഭിച്ചത് ബിയോൺസ്, പോപ്പ് താരമായ ബിയോൺസ് ആണ് എന്ന് ഓർക്കുക. കുറച്ച് നാളുകൊണ്ട് തന്നെ ബിയോൺസ് ഇപ്പൊ ഇങ്ങനെ ഒന്നാമത് നിൽക്കുകയാണ്. അപ്പോ ബിയോൺസ് ആണ് ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡ് നേടിയത്. മൈക്കിൾ മാർട്ടിൻ അയർലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രി. അയർലൻഡ് പുതിയ പ്രധാനമന്ത്രി ആരാണ്? മൈക്കിൾ മാർട്ടിൻ. ക്ലിയർ ആണ്. അടുത്തത് ബഹ്റൈൻ സർക്കാർ രവിപിള്ളയ്ക്ക് പുരസ്കാരം നൽകി. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ദേശീയ സഹകരണ സർവകലാശാല ഗുജറാത്തിൽ നിലവിൽ വരുന്നു. ഗുജറാത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ആനന്ദ് ദേശീയ സർവകലാശാലയാക്കി മാറ്റുന്നു. ത്രിഭുവൻ സഹകാരി സർവകലാശാല എന്നാണ് ഇതിന്റെ പേര്. ത്രിഭുവൻ സഹകാരി സർവകലാശാല. എവറസ്റ്റ് ഫീസൊക്കെ കൂട്ടി. ജോർജിയ മലേറിയ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ചു. ഇമ്പോർട്ടന്റ്, ജോർജിയ മലേറിയ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ചു. ജമ്മു കാശ്മീർ ട്രീ ആധാർ പദ്ധതി കൊണ്ടുവന്നു. ഏത് മരത്തിന്? ചീനാർ എന്ന മരം. ചീനാർ എന്ന മരത്തിനാണ് ട്രീ ആധാർ കൊണ്ടുവന്നത്. ഇനി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പദ്ധതിയാണ് ഒപ്പ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ മികച്ച വിദ്യാർത്ഥികൾ, വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് ഒപ്പ്. കേരള ഓട്ടോമോട്ടീവ് ടെക്നോളജി സബ്മിറ്റ് തിരുവനന്തപുരത്ത് നടന്നു. രവിപിള്ളയുടെ ആത്മകഥ രവിയുഗം. കെ രാമമൂർത്തി പുരസ്കാരം കെ മുരളീധരൻ. ഇനി ഇത് PSC ചോദിച്ചു. തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് കേരള ധനമന്ത്രി നിർമ്മല സീതാരാമൻ. എന്ന് മുതൽ എന്ന് വരെ എന്നൊക്കെ ഇനി ചോദിക്കാം. 2019 മുതൽ 25 വരെ. 19 to 25 എത്ര ബജറ്റ് എന്ന് ചോദിക്കാം. 8 ബജറ്റുകൾ അവതരിപ്പിച്ചു. 19 to 25 ആണ്. എത്ര ബജറ്റുകൾ? 8 ബജറ്റുകൾ. തുടർച്ച 7 ബജറ്റ് ആയിരുന്നു. CD ദേശ്മുഖ് ആ റെക്കോർഡാണ് ബ്രേക്ക് ചെയ്തത്. CD ദേശ്മുഖ് റെക്കോർഡാണ് ബ്രേക്ക് ചെയ്തത്. ക്ലിയർ അല്ലേ? ഇനി ക്രിക്കറ്റ് ലോകകപ്പ് നേടുന്ന ആദ്യ മലയാളി വനിതയായി വയനാട് നിന്നുള്ള ജോഷിത. ലോകകപ്പ് നേടിയ ആദ്യ മലയാളി വനിത ആര്? ജോഷിത. 2024 ഏറ്റവും മികച്ച കളിക്കാരൻ ഇന്ത്യൻ ആർക്ക് കിട്ടി? ജസ്പ്രീത ബുംറയും. ഇത് നമ്മൾ മുമ്പേ ICC കണ്ടതല്ലേ? ജസ്പ്രീത ബുംറയ്ക്ക് കിട്ടി എന്ന് കണ്ടിരുന്നു. പക്ഷെ വനിത നമ്മള് നേരത്തെ കണ്ടത് നമ്മുടെ സ്മൃതി മന്ദാനയല്ലേ? വനിത ഏകദിന മികച്ച താരം എന്നാണ് കേട്ടോ. ഇത് കഴിഞ്ഞ വർഷത്തെ മികച്ച താരം. പക്ഷെ കഴിഞ്ഞ വർഷത്തെ മികച്ച വനിതാ താരം ഏകദിനത്തിൽ മാത്രമാണ് സ്മൃതി മന്ദാന. മികച്ച വനിതാ താരം ന്യൂസിലൻഡിലെ അമേലിയ കെറായിരുന്നു. മികച്ച വനിതാ താരം അമേലിയ കെറാണ്. ഇനി ക്രിക്കറ്റ് സമഗ്ര സംഭാവന പുരസ്കാരം കൊടുത്തത് CK നായിഡു. ആദ്യ ക്യാപ്റ്റൻ CK നായിഡുവിന്റെ പേരുള്ള ആജീവനാന്ത പുരസ്കാരം സച്ചിന് കിട്ടി. 2020 ക്രിക്കറ്റ് ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടി അഭിഷേക് ശർമ്മ. ടാറ്റ സ്റ്റീൽ ചെസ് അത് പ്രജ്ഞാനന്ദയ്ക്ക് കിരീടം കിട്ടി. ടാറ്റ സ്റ്റീൽ ചെസ്. ചെറുവേൽ രാമൻ പരമ്പരാഗത വിത്തിനങ്ങളുടെ സംരക്ഷകനാണ്. ഇദ്ദേഹത്തിന് പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി ലഭിച്ചു. പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി നൽകും. കാർഷിക സർവകലാശാലയാണ് പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി നൽകാൻ പോകുന്നത്.
മണിപ്പൂർ മുഖ്യമന്ത്രി ആരായിരുന്നു? ബീരേൻ സിംഗ് ആണ്, രാജിവെച്ചു. മണിപ്പൂരിലെ ഇപ്പോൾ പ്രസിഡന്റ് ഭരണമാണ്, അപ്പൊ അതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. മണിപ്പൂരിന്റെ മുഖ്യമന്ത്രി ആരാണ് എന്ന് ചോദിക്കാം. അപ്പൊ ഉത്തരം പറയണം ബീരേൻ എന്ന് ഉത്തരം പറയുക. ബീരേൻ സിംഗ് ആണ്. യൂറോപ്യൻ യൂണിയൻ ശാസ്ത്ര ഗവേഷണം പരിശീലനം 1.3 കോടി രൂപ. മേരി ക്യൂറി ഫെലോഷിപ്പ് ചൈത്ര അനൂപാണ് അർഹയായി. അപ്പോ കോഴിക്കോട് സ്വദേശിനി ചൈത്ര അനൂപിന് യൂറോപ്യൻ യൂണിയൻ എന്ന സംഘടന ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അവരുടെ 1.3 കോടി രൂപയുടെ മേരി ക്യൂറി ഫെലോഷിപ്പ് ലഭിച്ചു. പൊതുജനങ്ങൾക്ക് സമഗ്രമായ റെയിൽവേ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഏകജാലകമാണ് സ്വാറെയിൽ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ്, റെയിൽവേ ആപ്പാണ്. കേരള ശാസ്ത്ര പുരസ്കാരം ISROയുടെ ചെയർമാൻ S സോമനാഥ്. ഇത് PSC ചോദിച്ചതാണ്. 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? S സോമനാഥ്. നേരത്തെയുള്ള ചെയർമാനാണ്, ഇപ്പൊ V നാരായണനാണ്. ഇത് PSC സ്ഥിരമായി ചോദിക്കുന്ന ഒരു സെക്ഷനാണ്. അണ്ടർ-19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ആർക്ക് കിട്ടി? ഇന്ത്യക്ക് കിട്ടി. അപ്പൊ ലോകകപ്പ് കിട്ടുന്ന ആദ്യത്തെ മലയാളി വനിതയെ കൂടി നമ്മൾ കണ്ടു. ലോകകപ്പ് കിട്ടുന്ന ആദ്യ മലയാളി വനിതയാണ് വയനാട്ടിൽ നിന്നുള്ള ജോഷിത. അപ്പൊ അണ്ടർ-19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യക്ക് കിട്ടി. ഫൈനൽ ദക്ഷിണാഫ്രിക്കയാണ് തോൽപ്പിച്ചത്. അങ്ങനെ ഈ സെക്ഷൻ കംപ്ലീറ്റ് ആയി. ഇതിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചത് സുനിത വില്യംസ് 62 മണിക്കൂർ 6 മിനിറ്റ് ഓർത്തു. പിന്നെ നമുക്ക് ഓർക്കേണ്ടത് GSLV F-15 NVS 02 ഭൂസ്ഥിര ഉപഗ്രഹം എന്ന് ഓർക്കുക. രവിയുഗം ഓർക്കുക. 35ാമത് ഗ്രാമി ഏറ്റവും കൂടുതൽ അവാർഡ് ബിയോൺസെക്ക് ലഭിച്ചു. മൈക്കൽ മാർട്ടിൻ അയർലൻഡിന്റെ ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഇനി സഹകരണ സർവകലാശാല ഗുജറാത്ത് ആനന്ദിലാണ്. ത്രിഭുവൻ സഹകാര സർവകലാശാല എന്നാണ് പേര്. ജോർജിയ മലേറിയ വിമുക്തമായി. ചീനാർ മരം ജമ്മു കാശ്മീർ ആധാർ. ഒപ്പം ശ്രീനാരായണ ഗുരു. പിന്നെ നമ്മളെ തുടർച്ചയായ ബജറ്റ് 8 ബജറ്റ് 2019 to 25 ആരുടെ റെക്കോർഡ് ഭേദിച്ചു? CD ദേശ്മുഖിന്റെ റെക്കോർഡ് ഭേദിച്ചു. ഇപ്പൊ വയനാട് ജോഷിതയെ കണ്ടു. 2019 നമ്മുടെ അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യ നേടി. ആരെ തോൽപ്പിച്ചു എന്നും ഓർക്കുക. ICC ജസ്പ്രീത് ബുംറയും അമേലിയ കെറിനെയും ഓർക്കുക. പിന്നെ CK നായിഡു പേരിലുള്ള സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ആജീവനാന്ത പുരസ്കാരവും ഓർക്കുക. ടാറ്റ സ്റ്റീൽ പ്രജ്ഞാനന്ദ. ചെറുവൽ രാമൻ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് കാർഷിക അവാർഡ്. മണിപ്പൂർ മുഖ്യമന്ത്രി ബീരേൻ സിംഗ്. ചൈത്ര അനൂപിനെ ഓർത്തു. സ്വാറയിൽ ഓർത്തു. കേരള ശാസ്ത്ര പുരസ്കാരം ISRO ചെയർമാൻ ഡോക്ടർ സോമനാഥ്. ഇനി അണ്ടർ-19 ദക്ഷിണാഫ്രിക്കയാണ് തോൽപ്പിച്ചത് എന്നുകൂടി ഓർത്തു. ഇത്രയുമാണ് ഈ സെക്ഷനിൽ നമ്മൾ പ്രധാനമായും ഓർക്കേണ്ടത്. ഇനി നമ്മൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ സെക്ഷനിലേക്ക് പോവുകയാണ്. ഫെബ്രുവരിയുടെ 2ാം ഘട്ടമാണ്. ഈ 2ാം ഘട്ടത്തില് നമുക്ക് ആദ്യം ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ ഇവിടെ, പിന്നെ ബാക്കി പഠിക്കാം. 26ാമത്തെ എത്രാമത്തെയാ? 26ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? B ജ്ഞാനേഷ് കുമാർ. അപ്പൊ നമ്മളുടെ എത്രാമത്തെ? 26ാമത്തേതാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് ജ്ഞാനേഷ് കുമാർ. ഇനി നമ്മൾ ഈ ഒരു സെക്ഷനിലേക്ക് പോവുകയാണ്. ഫെബ്രുവരി കഴിഞ്ഞ് കേട്ടോ, 2 ഘട്ടം കഴിഞ്ഞ്. നമ്മളെ ഇടയ്ക്കും ജനുവരിയിലെ ആദ്യഘട്ടം പഠിച്ചിട്ടില്ല. ജനുവരിയിലെ ആദ്യഘട്ടം കണ്ടോ? ഇങ്ങനെ 2024 മുഴുവൻ സംഭവങ്ങളാണ്. ഇത് നമ്മൾ ഒരു ദിവസം 2024 എന്ന് പറഞ്ഞിട്ട് പഠിക്കാം. ഇങ്ങനെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊരു നല്ല സെക്ഷനാണ്. കാര്യം ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. ഇത് കണ്ടോ? ഫോൺ, ഇതിന്റെയൊക്കെ ഫുൾ ഫോം, പല GKയും ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ അത് നമുക്ക് അല്ലാണ്ട് തന്നെ പഠിക്കാം. ഇതിനകത്ത് നിറച്ച് ഇത് മാത്രമേ ഉള്ളൂ, ഇങ്ങനത്തെ കറണ്ട് അഫയേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കിനി മാർച്ച് ഘട്ടത്തിലേക്ക് പോകാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് തന്നെ ഇമ്പോർട്ടന്റ് ന്യൂസ് ആണ്. അന്താരാഷ്ട്ര നിർമ്മിത ബുദ്ധി ഉച്ചകോടി പാരീസിൽ നടന്നു. ഇപ്പൊ വളരെ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട ഒരു ഉച്ചകോടിയാണ് AI-യുടെ ഉച്ചകോടി. നിർമ്മിത ബുദ്ധി ഉച്ചകോടി എവിടെയാണ് നടന്നത്? പാരീസിലാണ് നടന്നത്. ഫ്രാൻസിലാണ് പാരീസ്. നൃത്തരംഗം സമഗ്ര സംഭാവന വിനോദ സഞ്ചാര വകുപ്പ് നൽകുന്ന നിശാഗന്ധി പുരസ്കാരം കഥക് കലാകാരൻ പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനിക്ക് കിട്ടി. 1.5 ലക്ഷം രൂപയാണ്. പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി നിശാഗന്ധി പുരസ്കാരമാണ്. കഥക് കലാകാരനാണ്. ഇനി സ്വാതി അയ്യപ്പ പണിക്കർ സാഹിത്യ പുരസ്കാരം K ജയകുമാർ. 2032 ഭൂമിയിൽ പതിക്കാനിടയുള്ള 2024 YR4 ചിഹ്നഗ്രഹം നിരീക്ഷിക്കുന്നു UN. എന്നാണ് പതിക്കാൻ സാധ്യത? 2032. മധ്യപ്രദേശ് രേവ ഇന്ത്യയിലെ ആദ്യ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം വന്നു. വെരി ഇമ്പോർട്ടന്റ്. മധ്യപ്രദേശിലാണ് രേവ എന്ന സ്ഥലത്താണ്
വൈറ്റ് ടൈഗറിന്റെ ബ്രീഡിംഗ് കേന്ദ്രമാണ് വന്നത്. വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം മധ്യപ്രദേശ് രേവ. കരസേന കിഴക്കൻ മേഖല ആസ്ഥാനത്തിന്റെ പേര് വിജയദുർഗ് എന്നാക്കി. കരസേനയുടെ കിഴക്കൻ മേഖലയുടെ പേര് വിജയദുർഗ്. ഫോർട്ട് വില്യം എന്ന പേര് മാറ്റി. വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ നിയമമാണ് ഓവർസീസ് മൊബിലിറ്റി. വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ, അവരുടെ ഇന്ത്യൻ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ഓവർസീസ് മൊബിലിറ്റി ഫെസിലിറ്റേഷൻ ഓഫ് ആൻഡ് വെൽഫെയർ എന്നാണ്. വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവി സംരക്ഷണം ഐക്യരാഷ്ട്രസഭ മാതൃക ആരംഭിച്ച സംഘടനയാണ് ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്, ഇബ്ക. വെരി ഇമ്പോർട്ടന്റ്. എന്താണ് ഇബ്ക? ഇബ്ക വന്യജീവി സംരക്ഷണം, ഏതെങ്കിലും വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളെ സംരക്ഷിക്കാനുള്ള യുഎൻ മോഡലിലുള്ള ഒരു സംഘടനയാണ് ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്, ഇബ്ക. ഇനി നേരത്തെ നമ്മൾ 38ാമത് നാഷണൽ ഗെയിംസ് എവിടെയാണ് എന്ന് കണ്ടു അല്ലെ? ഉത്തരാഖണ്ഡ് ആയിരുന്നു എന്ന് നമ്മൾ പഠിച്ചു. അതിലെ വിന്നർ ആയത് സർവീസസ് ആണ്. കേരളത്തിന് 14ാം സ്ഥാനമാണ്. ഇപ്പൊ 38ാമത് നാഷണൽ ഗെയിംസ് നടന്നത് ഉത്തരാഖണ്ഡിലാണ്. കേരളത്തിന് 14ാം സ്ഥാനമാണ് കിട്ടിയത്. ഇതിൽ വിന്നർ ആയത് സർവീസസ് ആണ്. സർവീസസ് ആണ് ചാമ്പ്യന്മാരായത്. ചാമ്പ്യൻ ആരാണ്? സർവീസസ് ആണ്. ഇനി നമുക്ക് തദ്ദേശ പുരസ്കാരങ്ങളിലേക്ക് പോകാം. എന്താണ് തദ്ദേശ പുരസ്കാരങ്ങൾ? മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് മലപ്പുറം, ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ കോട്ടയം, കോർപ്പറേഷൻ തിരുവനന്തപുരം, നഗരസഭ ഗുരുവായൂർ. നഗരം മിക്കവാറും അവാർഡ് സ്വരാജ് ട്രോഫി ഒക്കെ നോക്കുമ്പോഴും നമുക്ക് കാണാം ഗുരുവായൂർ. കോർപ്പറേഷൻ തിരുവനന്തപുരം, ഗ്രാമം വെളിയന്നൂർ, മികച്ച ബ്ലോക്ക് പെരുമ്പടപ്പ് മലപ്പുറത്താണ്, ജില്ലാ പഞ്ചായത്ത് കൊല്ലമാണ്. കലാനിധി അക്ഷരരത്ന പുരസ്കാരം PV ചന്ദ്രൻ. ഇന്ത്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് ആർക്ക് ലഭിച്ചു? പങ്കജ് അദ്വാനിക്കാണ് സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് ലഭിച്ചത്. ഇത്തിരി മുമ്പ് നമ്മൾ നമ്മുടെ KS ചിത്രയ്ക്ക് കിട്ടിയ ഒരു അവാർഡ് കണ്ടിരുന്നു. ഐവറി പുരസ്കാരമാണ് ഗായിക ചിത്രയ്ക്ക് ലഭിച്ചത്. ഐവറി പുരസ്കാരം 2024. ഇപ്പൊ നമ്മൾ മറ്റൊരു പുരസ്കാരമാണ് കാണുന്നത്. പൂർണ്ണ പുരസ്കാരം KS ചിത്രയ്ക്ക് കിട്ടി. ഇനി പ്രഥമ പത്മകീർത്തി പുരസ്കാരം ഡോക്ടർ നാരായണന് കിട്ടി. ഡോക്ടർ നാരായൺ പത്മകീർത്തി പുരസ്കാരം. ജ്ഞാനപ്പാന പുരസ്കാരം ചോദിക്കാറുണ്ട്. KP ശങ്കരൻ. ജ്ഞാനപ്പാന പുരസ്കാരം ആർക്ക് ലഭിച്ചു? അത് KP ശങ്കരന് ലഭിച്ചു. അടുത്തത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നമ്മൾ പഠിച്ചു, ജ്ഞാനേഷ് കുമാർ. നമ്മൾ പഠിച്ചതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. ഇനി IVF ലോകത്താദ്യമായി കങ്കാരുവിന്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ചു. ആരായിരിക്കും കങ്കാരുവുമായി ബന്ധപ്പെട്ടത്? ഓസ്ട്രേലിയ. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സർക്കാർ നൽകുന്ന ട്രോഫിയുടെ പേര് സ്വരാജ് ട്രോഫി എന്നാണ്. ഏത് ഗ്രാമപഞ്ചായത്തിന് കിട്ടി? പുല്ലമ്പാറയ്ക്ക് കിട്ടി. പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിനാണ് മികച്ച ഗ്രാമപഞ്ചായത്ത് അവാർഡ് സ്വരാജ് ട്രോഫി ലഭിച്ചത്. കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് 2024 ഇന്ത്യയുടെ റാങ്ക് 96 ആണ്. അപ്പൊ കറപ്ഷനിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 96. കറപ്ഷനിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 96 ആണ്. ഈ സെക്ഷൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി എവിടെ നടന്നു? കൊച്ചിയിൽ. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി കൊച്ചിയിലാണ് നടന്നത്. എവിടെയാണ് നടന്നത്? കൊച്ചിയിലാണ് നടന്നത്. ഇനി നമുക്ക് മറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോകണം. ഈ സെക്ഷൻ തീരാൻ പോവുകയാണ്. അയ്യോ, ഓക്കെ. കേരള ഫെയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ഗ്യാനറ്റ്സ് ആണ് രാജ്യത്തെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് സ്കീം. അപ്പൊ ഗ്യാനറ്റ്സ് ആരാണ് എന്നൊക്കെ കയറി ചോദിച്ചാൽ നമ്മൾ കണ്ണും പൂട്ടിയിരിക്കേണ്ടി വരും. ഗ്യാനറ്റ്സ് ആരാ? ഗ്യാനറ്റ്സ് ഒരു സ്കൂബ ഡൈവിംഗ് സംഘമാണ്. കേരളത്തിന്റെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ഗ്യാനറ്റ്സ് ഇപ്പൊ രാജ്യത്തെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘമാകുന്നു. രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് വരുന്ന സ്കൂബ ഡൈവിംഗ് സംഘം വരുന്നത്. ഏകദിന ക്രിക്കറ്റ് 14,000 റൺസ് വേഗത്തിൽ വിരാട് കോഹ്ലി. കൂടുതൽ ക്യാച്ച് എടുത്ത റെക്കോർഡും 158 ക്യാച്ച് കോഹ്ലിക്ക് തന്നെയാണ്. സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന ഇന്ത്യയുടെ പദ്ധതിയാണ് സമുദ്രയാൻ. വെരി ഇമ്പോർട്ടന്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഗഗൻയാൻ ചോദിച്ച് PS തന്നെ കുഴഞ്ഞു അല്ലെ? 150 ക്വസ്റ്റ്യനിലുണ്ട് ഗഗൻയാൻ. ബഹിരാകാശത്ത് എത്തിക്കുന്നു. ഇനി ചോദിക്കും സമുദ്രയാൻ. സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നു. ഷബാന ആസ്മി N രാമചന്ദ്രൻ പുരസ്കാരം. ബാർഡേ വേവർ ബെൽജിയം പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. രേഖ ഗുപ്ത. ഇത് ഇമ്പോർട്ടന്റ് ആണ്. രേഖ ഗുപ്ത ഡൽഹി 9ാമത്തെ മുഖ്യമന്ത്രി. ഡൽഹിയുടെ 9ാമത്തെ മുഖ്യമന്ത്രി. ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രി. 9ാമത്തെ മുഖ്യമന്ത്രിയാണ്, 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖ ഗുപ്ത.
ഈ ഒരു സെക്ഷനും കംപ്ലീറ്റ് ആയി. നമ്മൾ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ഒന്നുകൂടി റിവിഷൻ ചെയ്യുകയാണ്. നിർമ്മിത ബുദ്ധി ഉച്ചകോടി എവിടെ നടന്നു? പാരീസിൽ നടന്നു. AI ഉച്ചകോടി ഇന്ത്യ വേദി. നിശാഗന്ധി കഥക കലാകാരൻ രാജേന്ദ്ര ഗംഗാനി. ഇനി 2032 ഇന്ത്യയിൽ പതിക്കും. അതേതാണ്? 2024 YR4 ചിഹ്നഗ്രഹമാണ്. മധ്യപ്രദേശ് രേവ ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം. കരസേന വിജയദുർഗ് എന്ന് പേര് മാറ്റുന്നു. ഫോർട്ട് വില്യത്തിന്റെ പേര് മാറ്റി. ഓവർസീസ് മൊബിലിറ്റി, വംശനാശ ഭീഷണി, വന്യജീവി ഐക്യരാഷ്ട്ര സംഘടന, ആ ഒരു പോലൊരു സംഘടന, ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്, ഇബ്ക. 38ാം ദേശീയ ഗെയിംസ് വേദി ഉത്തരാഖണ്ഡാണ്. കേരളത്തിന് 14ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം സർവീസസിനാണ്. തദ്ദേശ പുരസ്കാരം ജില്ലാ പഞ്ചായത്ത് കൊല്ലം, ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് മലപ്പുറം, മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ കോട്ടയം, മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം, മികച്ച നഗരസഭ ഗുരുവായൂർ. ഇന്ത്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ്, ഈ പങ്കജ് അദ്വാനിയുടെ പേര് എന്നിട്ട് ചോദിക്കും ഏത് വിഭാഗമാണ്. അപ്പൊ നമ്മൾ എഴുതണം സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ്. ജേതാവായി. പൂർണ്ണ പുരസ്കാരം KS ചിത്ര. പ്രഥമ പത്മകീർത്തി പുരസ്കാരം, ആദ്യമായിട്ടാണ് പത്മകീർത്തി പുരസ്കാരം, അത് ഡോക്ടർ നാരായൺ. ജ്ഞാനപാന KP ശങ്കരൻ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നമ്മൾ ഓൾറെഡി പഠിച്ചു. ആരാണ്? ജ്ഞാനേഷ് കുമാറാണ്. ഇനി നമുക്ക് സ്വരാജ് ട്രോഫി പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത്. കറപ്ഷൻ ഇൻഡെക്സ് ഇന്ത്യയുടെ റാങ്ക് 96, 1ാം സ്ഥാനം ഡെൻമാർക്ക്. 2024 കറപ്ഷൻ ഇൻഡെക്സ് ഇന്ത്യ റാങ്ക് 96 ആണ്. 1ാം സ്ഥാനം ആർക്കാണ്? അത് ഡെൻമാർക്കിനാണ്. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടി കൊച്ചിയിലാണ് നടന്നത്. ഇനി എന്താണ് ഗ്യാനെക്സ്? വനിതാ സ്കൂബ ഡൈവിംഗ് ആണ്. വനിതാ സ്കൂബ ഡൈവിംഗ് ആണ് ഗ്യാനെക്സ് എന്ന് പറയുന്നത്. വിരാട് കോഹ്ലി ക്യാച്ചിലും മിടുക്കൻ, റണ്ണിലും മിടുക്കൻ അല്ലെ. 158, മറ്റേത് 14,000 റൺസ് ഫാസ്റ്റ്. സമുദ്രയൻ പഠിച്ചു. ശബാന ആസ്മി കണ്ടു. രേഖ ഗുപ്ത 9ാമത്തെ മുഖ്യമന്ത്രി, 4ാമത്തെ വനിതാ മുഖ്യമന്ത്രി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മാർച്ച് തന്നെ എത്രാം ഘട്ടം? മാർച്ച് 15 2ാം ഘട്ടത്തിലേക്ക് 2ാം ലക്കമാണ്. ഇനി 97ാം ഓസ്കാർ അവാർഡിലേക്ക് പോവുകയാണ്. ഓസ്കാർ പുരസ്കാരം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഓസ്കാർ പുരസ്കാരം ഒക്കെ നിരവധി തവണ ചോദിച്ചതാണ്. അതൊന്നും കൂടെ ചോദിക്കാം കേട്ടോ. ആ ഓസ്കാർ പുരസ്കാരവും ചോദിക്കാം. 96 2024 എന്നും പറഞ്ഞ് ചോദിക്കാം. ഇതിപ്പോ 97 2025 നമ്മൾ പഠിക്കുന്നത്. അനോറ മികച്ച ചിത്രം ഏതാണ്? അനോറ. സംവിധായകൻ ആരാണ്? ഷോൺ ബേക്കർ. മികച്ച നടൻ അഡ്രിയൻ ബ്രോഡി. നമുക്ക് ഒരു ഗുണമുണ്ട്, ഈ ഗോൾഡൻ ഗ്ലോബും അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ PDF സംഭവിച്ചിട്ടില്ല കേട്ടോ. ഇപ്പൊ വരും ഗോൾഡൻ ഗ്ലോബും ഈ ഒരു ഓസ്കാർ പുരസ്കാരവും ഒക്കെ കുറച്ച് കണക്റ്റഡ് ആണ്. ഇത് കണ്ടോ, നിങ്ങൾ ബ്രാഡി കോർബറ്റ് എന്നൊക്കെ പഠിച്ചില്ലേ, അതുപോലെ തന്നെ ഒരു പേരൊക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ആഡ്രിയൻ ബ്രോഡി. ദ ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രം നിങ്ങൾ അവിടെ കണ്ടിരുന്നു. ദ ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രമായിരുന്നു ഏറ്റവും മികച്ച ചിത്രം. ഇവിടെ പക്ഷെ അനോറയാണ്. ഇനി അഡ്രിയൻ ബ്രോഡി ബ്രൂട്ടലിസ്റ്റ് ആണ് മികച്ച നടൻ. അഡ്രിയൻ ബ്രോഡി ബ്രൂട്ടലിസ്റ്റ് ആണ് മികച്ച നടൻ. എഡ്രിയൻ ബ്രോഡി തന്നെ അല്ലായിരുന്നോ ബ്രൂട്ടലിസ്റ്റ്? മികച്ച നടൻ അഡ്രിയൻ ബ്രോഡി ബ്രൂട്ടലിസ്റ്റ് തന്നെയാണ്. ഇനി മികച്ച സംവിധായകൻ അനോറയുടെ സംവിധായകനാണ് ഷോൺ ബേക്കർ. മറ്റൊരിടത്ത് ബ്രൂട്ടലിസ്റ്റിന്റെ സംവിധായകനായിരുന്നു. ഇനി മികച്ച നടിയും അനോറയുടെ നടിയാണ് മൈക്കി മാഡിസൺ ആണ് അനോറ. മൈക്കി മാഡിസൺ ആണ്. സഹനടി മുമ്പേ നമ്മൾ കണ്ടതാണ് സോയി സൽദാന, എമിലിയ പെരസിലെയാണ്. സഹനടൻ കീറൻ കുൽക്കിനാണ്. സഹനടൻ കീറൻ കുൽക്കിനാണ്. ഇവിടെ കീറൻ കുൽക്കിൻ തന്നെയാണ്. റിയൽ പെയിൻ. രണ്ട് സഹനടൻ സഹനടിയൊക്കെ സെയിം ആണ്. ക്ലിയർ ആണ്. തിരക്കഥാകൃത്ത് ഷോൺ ബേക്കർ അനോറ. വിദേശ ഭാഷാ ചിത്രം ഐ ആം സ്റ്റിൽ ഹിയർ. ഐ ആം സ്റ്റിൽ ഹിയർ. ഐ ആം സ്റ്റിൽ ഹിയർ ആണ് വിദേശ ഭാഷാ ചിത്രം. ക്ലിയർ ആണ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇതിനകത്ത് ഒരുപോലുള്ളതൊക്കെ ഈ ഗോൾഡൻ ഗ്ലോബും ഇതും കമ്പയർ ചെയ്ത് പഠിക്കുക. മികച്ച ചിത്രം അനോറ. സംവിധായകൻ ഷോൺ ബേക്കർ ആണ് അനോറ. മികച്ച ചിത്രം മികച്ച നടൻ അഡ്രിയൻ ബ്രോഡി ബ്രൂട്ടലിസ്റ്റ്. നടി മൈക്കി മാഡിസൺ അനോറ. സഹനടി സോയി സൽദാന, എമിലിയ പെരസ്. സഹനടൻ കിരൺ കുൽക്കിൻ, എ റിയൽ പെയിൻ. തിരക്കഥാകൃത്ത് എഡിറ്റിംഗ് ഷോൺ ബേക്കർ. വിദേശ ഭാഷാ ചിത്രം ഐ ആം സ്റ്റിൽ ഹിയർ. സംവിധായകൻ വാൾട്ടർ സാൽസ് ആണ്. ഇനി ഇതൊന്നും അനിമേഷൻ ചിത്രം പഠിക്കാം. ഫ്ലോ. അനിമേഷൻ ചിത്രം ഫ്ലോ. പിന്നെ നമുക്ക് എൽമാൽ മികച്ച ഗാനം, അത് വേണ്ട. മികച്ച ഹ്രസ്വ ചിത്രം ഐ ആം നോട്ട് എ റോബോട്ട്. ഐ ആം നോട്ട് എ റോബോട്ട്.
അനിമേറ്റഡ് ഷോർട്ട് ഫിലിം ഇൻ ദി ഷാഡോ ഓഫ് സർപ്രൈസ്. ഇൻ ദി ഷാഡോ ഓഫ് സർപ്രൈസ്. അപ്പൊ മികച്ച ചിത്രം പഠിക്കണം അനോറ, വെരി ഇമ്പോർട്ടന്റ്. സംവിധായകനെ പഠിക്കണം ഷോൺ ബേക്കർ. നടൻ അഡ്രിയൻ ബ്രോഡി, നടി മൈക്കി മാഡിസൺ, സഹനടി സോയി സൽദാന, സഹനടൻ കിരൺ കുൽക്കിൻ, തിരക്കഥാകൃത്ത് ഷോൺ ബേക്കർ. വിദേശ ഭാഷാ ചിത്രം പഠിക്കണം ഐ ആം സ്റ്റിൽ ഹിയർ. ഇനി മികച്ച ഹസ്തചിത്രമായ നോട്ട് എ റോബോട്ട്, അനിമേറ്റഡ് ഷോർട്ട് ഫിലിം ഇൻ ദി ഷാഡോ ഓഫ് സൈപ്രസ്. ഇത്രയും പഠിക്കുക. ഇനി ഷോൺ ബേക്കറിലെ നോക്കുക 4 അവാർഡുകൾ. വാൾട്ടർ ഡിസ്നിക്ക് ശേഷം 4 അവാർഡ് നേടുന്ന 4 ഓസ്കാർ പുരസ്കാരം നേടുന്ന ആദ്യ വ്യക്തിയാണ്. അപ്പൊ 4 ഓസ്കാർ അവാർഡ് നേടുന്ന ആദ്യ വ്യക്തിയാണ്. 97ാം ഓസ്കാർ പുരസ്കാരം. കണ്ട അനോറ എന്ന ചിത്രം. ഏറ്റവും കൂടുതൽ പുരസ്കാരം നേടുക അനോറ എന്ന ചിത്രത്തിനാണ്. ഏറ്റവും കൂടുതൽ പുരസ്കാരം ലഭിച്ചത് അനോറ എന്ന ചിത്രത്തിനാണ്. പിന്നെ ഇവര് വലിയൊരു പേജ് എടുത്ത് ഇതിനുള്ള പ്രാധാന്യമാണ് കൊടുത്തേക്കുന്നത്. കേരള PSC മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം സമ്പൂർണ്ണ ഹരിത ക്യാമ്പസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. അപ്പൊ ഹരിത ക്യാമ്പസ് പ്രഖ്യാപനം എന്നായിരുന്നു എന്ന് ചോദിച്ചാൽ 2025 മാർച്ച് 3-നായിരുന്നു. BR അംബേദ്കർ ഹാളിലെ ചടങ്ങിലാണ്. BR അംബേദ്കർ ഹാൾ ചടങ്ങ് 2025 മാർച്ച് 3 സമ്പൂർണ്ണ ഹരിത ക്യാമ്പസ് പ്രഖ്യാപനം. സമ്പൂർണ്ണ ഹരിത ക്യാമ്പസ് പ്രഖ്യാപനം. എന്താണ് സമ്പൂർണ്ണ ഹരിത ക്യാമ്പസ് എന്ന് വെച്ചാൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഓഫീസ്, ക്യാമ്പസ് ഹരിത പ്രോട്ടോകോൾ പാലിക്കുന്ന ഇടങ്ങളാകുന്നു. ആസ്ഥാന ഓഫീസ്, 3 മേഖലാ ഓഫീസ്, 14 ജില്ലാ ഓഫീസ് സമ്പൂർണ്ണ ഹരിത ക്യാമ്പസ് ആകുന്നു. അപ്പൊ ഈ നിരവധി പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ജൈവ മാലിന്യങ്ങൾ തരംതിരിക്കണം. 3 തരം ബിൻസ് ഒക്കെ സ്ഥാപിച്ചു. 30 കിലോഗ്രാം ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ബയോഗ്യാസ് പ്ലാന്റ് ഒക്കെ വന്നു. അപ്പൊ ഇത് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അതും കൂടെ നമ്മളൊന്ന് നോക്കി. ഇനി നമ്മൾ പോകാൻ പോകുന്നത് അടുത്ത സെക്ഷനിലേക്കാണ്. ഇത് ഏതാണ് എന്ന് ചോദിച്ചാൽ ഏപ്രിലിലെ ഫസ്റ്റ് സെക്ഷനാണ്. ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഇന്ത്യക്ക് ലഭിച്ചു. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ആർക്കാണ് ലഭിച്ചത്? 2025 ഇന്ത്യക്കാണ്. ദുബായിലായിരുന്നു മത്സരം. ന്യൂസിലൻഡിനെയാണ് തോൽപ്പിച്ചത്. ഇന്ത്യയുടെ 3ാമത്തെ കിരീടമാണ് ചാമ്പ്യൻസ് ട്രോഫി. രഞ്ജി ട്രോഫി കിരീടം വിദർഭയ്ക്കാണ് ലഭിച്ചത്. ക്രിക്കറ്റിന്റെ തന്നെ രഞ്ജി ട്രോഫി കിരീടം വിദർഭയ്ക്കാണ് ലഭിച്ചത്. ആർക്കാണ് ലഭിച്ചത്? വിദർഭ. അപ്പൊ ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, രഞ്ജി ട്രോഫിയും അതുപോലെ തന്നെ ചാമ്പ്യൻസ് ട്രോഫിയും. ഇനി വിദർഭ ജേതാക്കളാകുന്നു. ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് യശ് റാത്തോഡ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് ഹർഷ ദുബെയാണ്. കേരളമാണ് രഞ്ജി ട്രോഫിയിൽ റണ്ണറപ്പ്. കേരളം റണ്ണറപ്പ്. ഏറ്റവും പുതിയ റിപ്പോർട്ട് 274 ഉപഗ്രഹങ്ങൾ ശനിക്ക്. അപ്പൊ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ളത് ശനി തന്നെ ആയിരുന്നു. ഇപ്പൊ കുറച്ചും കൂടി ഉപഗ്രഹങ്ങൾ ആയിട്ടുണ്ട്. 274 ഉപഗ്രഹങ്ങൾ. എത്ര ഉപഗ്രഹങ്ങൾ എന്നൊക്കെ ചോദിക്കും. 274 ഉപഗ്രഹങ്ങളാണ് ശനിക്കുള്ളത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഏതിനാണ്? ശനി എന്ന ഗ്രഹത്തിനാണ്. എത്ര ഉപഗ്രഹങ്ങളുണ്ട്? 274 ഉപഗ്രഹങ്ങൾ. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷൻ ആരാണ്? ക്രിസ്റ്റി കവൻട്രിയാണ്. ക്രിസ്റ്റി കവൻട്രിയാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ക്രിസ്റ്റി കവൻട്രിയാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ക്രിസ്റ്റി കവൻട്രി. ഇനി ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയാണ്. ഒളിമ്പിക് കമ്മിറ്റി ആദ്യമായിട്ടാണ് ഒരു വനിത അധ്യക്ഷയാകുന്നത്. വെരി ഇമ്പോർട്ടന്റ്. ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യ ആള് കൂടിയാണ്. അപ്പോ ചോദിക്കാൻ സാധ്യതയുണ്ട്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി IOC എന്ന് ചോദിക്കാം. ആദ്യ അധ്യക്ഷ, വനിതാ അധ്യക്ഷ ക്രിസ്റ്റി കവൻട്രി. ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യ വ്യക്തി കൂടിയാണ്. ഇനി അടുത്തത് ഇമ്പോർട്ടന്റ്. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം ഫിൻലാൻഡ് ആണ്. ഇന്ത്യക്ക് 118 ആണ്. കഴിഞ്ഞ 2023-ലും 24-ലും 126-ാം സ്ഥാനത്തായിരുന്നു. ഈ വർഷം 118 ആണ്. ഫിൻലാൻഡ് ആണ് 1-ാം സ്ഥാനത്ത്. നഗരങ്ങളിൽ ഭൂവിവരം ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള കേന്ദ്ര പദ്ധതി നക്ഷ. കേന്ദ്ര പദ്ധതി നക്ഷ. കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് കൊച്ചിയിൽ വന്നു. ഹൈഡ്രജൻ ബസ് കൊച്ചി. മനു ഭാക്കർ BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ 2024. 2024 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ. ഓസ്കാർ പുരസ്കാര ജേതാവ് അന്തരിച്ചു ജീൻ ഹാക്മൻ. ഗാനരചയിതാവ് മങ്കൊമ്പ് ബാലകൃഷ്ണൻ അന്തരിച്ചു. ബോക്സിംഗ് ഇതിഹാസ താരം ജോർജ് ഫോർ അന്തരിച്ചു. ചെസ് താരം ബോറിസ് പാസ്കി അന്തരിച്ചു. ഇനി ഇന്ത്യയിലെ ആദ്യ സംസ്ഥാന PSC മ്യൂസിയം തിരുവനന്തപുരത്തെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ PSC
ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് PSCയുടെ മ്യൂസിയം വരുന്നത്. എവിടെയാണ് ഈ മ്യൂസിയം വന്നത്? തിരുവനന്തപുരത്താണ്. സൗദി അറേബ്യ റിയാദ് 2027 നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസ് വേദിയാകുന്നു. അപ്പോ 2027 നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസ് വേദിയാകുന്നത് സൗദി അറേബ്യയിലാണ്, റിയാദ്. ഹണി ബെഞ്ചമിൻ കൊല്ലം കോർപ്പറേഷൻ മേയർ. സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ചെയർമാൻ ആരാണ്? ചോദിക്കാറുണ്ട്. സെബിയുടെ ചെയർമാൻ. സെബിയുടെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. തുഹിൻ കാന്ത പാണ്ഡെയാണ്. സ്പൈസസ് ബോർഡ് ചെയർപേഴ്സൺ ആരാണ്? സ്പൈസസ് ബോർഡിന്റെ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥനാണ്. അതൊന്നും ഇമ്പോർട്ടന്റ് അല്ല, അറിയാണ്ട് ടിക്കറ്റ്. കടമനിട്ട രാമകൃഷ്ണൻ എം ലീലാവതിക്ക് ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ കടമനിട്ട രാമകൃഷ്ണന്. 55,555 രൂപയാണ്. ലീലാവതി എന്ന് പറയുമ്പോൾ വിമർശകയാണ്, അല്ലെ, നിരൂപകയാണ്. ഇനി ഈ കൊല്ലത്തെ മികച്ച കളക്ടറായി ആര് മാറി? NSK ഉമേഷ്, എറണാകുളം കളക്ടർ. സ്വീഡന്റെ അർമാൻഡ് പോൾ വോൾട്ട് 11 തവണ റെക്കോർഡ് ലഭിച്ചു. പോൾ വോൾട്ടില് സ്വീഡൻ. ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ഫിനാൻസ് കോർപ്പറേഷൻ നവരത്ന പദവി. അത് ഇമ്പോർട്ടന്റ്. നവരത്ന പദവി ഇമ്പോർട്ടന്റ് ആണ്. എന്തിനാണ്? ഇന്ത്യൻ റെയിൽവേയുടെ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ, അതുപോലെ ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ ഫിനാൻസ് കോർപ്പറേഷൻ, ഇത് രണ്ടിനും നവരത്ന പദവി ലഭിച്ചു. കേരളത്തിലെ സ്ത്രീകൾ, കുട്ടികൾ KSRTC ബസ് സൗജന്യ യാത്ര. മലപ്പുറം ജില്ല തൃപ്പങ്ങോട്, വെരി ഇമ്പോർട്ടന്റ്, തൃപ്പങ്ങോട് മലപ്പുറം സൗജന്യ യാത്ര സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്. തൃപ്പങ്ങോട്ട് പഞ്ചായത്ത്. കേന്ദ്ര ലോ സെക്രട്ടറി അഞ്ജു രഥി റാണയെ നിയമിച്ചു. ഇന്ത്യയിലെ ആദ്യ വനിതാ നിയമ സെക്രട്ടറിയാണ്. കേന്ദ്രത്തിന്റെ ലോ സെക്രട്ടറിയായി ആര് വന്നു? അഞ്ജു രഥി റാണ. ഇന്ത്യയുടെ ആദ്യ വനിതാ നിയമ സെക്രട്ടറിയാണ് അഞ്ജു രഥി റാണ, ആദ്യയുടെ ഒരു വനിത. സ്വന്തമായി ഉപഗ്രഹമുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാനമാകുന്നു അസം. വെരി ഇമ്പോർട്ടന്റ്, സ്ഥിരം ചോദ്യമായി മാറും ഇനി. അസം സ്വന്തമായിട്ട് ഉപഗ്രഹമുള്ള ഒരു സംസ്ഥാനമാവുകയാണ്. 2025 മാർച്ച് 12 മഹാത്മാഗാന്ധി, ശ്രീനാരായണ ഗുരു, വർക്കല ശിവഗിരി കണ്ടുമുട്ടി. അതിന്റെ 100 വർഷമായി. അപ്പോ മാർച്ച് 12 ആണ് കണ്ടുമുട്ടിയത്. ലോക ജൂനിയർ ചെസ് കിരീടം ഇന്ത്യക്ക് കിട്ടുന്നു. പ്രണബ് വെങ്കടേഷ് ഫിഡെ അണ്ടർ-20 ചാമ്പ്യൻഷിപ്പ് ഇന്ത്യക്ക് വേണ്ടി കിരീടം നേടി. അപ്പോ പ്രണബ് വെങ്കടേഷ് ലോക ജൂനിയർ ചെസ് കിരീടവുമായി ഇന്ത്യയിലെത്തി. ഇനി നമ്മളുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ജ്ഞാനപീഠ പുരസ്കാരം. 59ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം ഹിന്ദി സാഹിത്യകാരനാണ് വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. വിനോദ് കുമാർ ശുക്ല, ഹിന്ദി സാഹിത്യകാരൻ. 59ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം. ഛത്തീസ്ഗഡിൽ നിന്ന് ജ്ഞാനപീഠം നേടുന്ന ആദ്യ എഴുത്തുകാരനാണ്. ഛത്തീസ്ഗഡിൽ നിന്ന് ജ്ഞാനപീഠം കിട്ടുന്ന ആദ്യ എഴുത്തുകാരൻ. 11 ലക്ഷം രൂപ ഫലകം. ആകാശഗംഗകളെ കുറിച്ച് സമഗ്ര പഠനം സ്ഫിയറെക്സ് എന്ന ദൂരദർശിനി നാസ വിക്ഷേപിച്ചു. നാസയുടെ സ്ഫിയറെക്സ് എന്തിനാണ് എന്ന് ചോദിക്കും. അപ്പൊ ആകാശഗംഗകളെ കുറിച്ച് പഠിക്കാനാണ്. മിൽക്കി വേസ്. 37ാമത് അഖിലേന്ത്യാ തപാൽ കലാമേള കേരളം ജേതാക്കൾ. മധ്യപ്രദേശ് മാധവ ദേശീയോദ്യാനം. 58ാം കടുവാ സങ്കേതം. ഇത് ഇപ്പൊ 2025 OA ക്വസ്റ്റ്യൻ വന്നതാണ്. മാധവ്, മധ്യപ്രദേശിലാണ് മാധവ്. മായും അല്ലെ, മദ്യം, മഥ ഇവിടെ ഉണ്ട്. പേര് കേൾക്കുമ്പോഴേ അറിയാം. എത്രാമത്തെ കടുവാ സങ്കേതം? 58. ഇനി അടുത്തത് മാർക്ക് കാർണി. ഇതൊക്കെ ചോദിക്കാറുണ്ട്. കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി. അത് മാത്രമല്ല, ഇപ്പോ അടുത്ത G7 മീറ്റിംഗ് കാനഡയിൽ നടക്കുന്നുണ്ട്, അല്ലെ, മീറ്റിംഗ്. അപ്പോ ആ മീറ്റിംഗിന്റെ കാര്യവും കാനഡ ഇപ്പൊ പ്രധാനമന്ത്രിയെ വിളിച്ചു, ആദ്യം വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടും ശ്രദ്ധിക്കപ്പെട്ട പേരാണ്. UK പാർലമെന്റ് അംഗങ്ങൾ നൽകുന്ന സമഗ്ര സംഭാവന പുരസ്കാരം തെലുങ്ക് നടൻ ചിരഞ്ജീവി. UK പാർലമെന്റ് അംഗങ്ങൾ നൽകുന്ന സമഗ്ര സംഭാവന പുരസ്കാരം ആർക്ക് കിട്ടി? ചിരഞ്ജീവി. 2021-22 വർഷം കേരള സർവകലാശാല ONV പുരസ്കാരം MK സാനുവിനും M മുകുന്ദനും കിട്ടി. MK സാനു, M മുകുന്ദൻ. ആദ്യ ബുക്ക് വെൻഡിംഗ് മെഷീൻ തിരുവനന്തപുരത്ത്. ആദ്യമായിട്ടാണ് ബുക്ക് വെൻഡിംഗ് മെഷീൻ വരുന്നത് തിരുവനന്തപുരം. സിസ് വായു ഗുണനിലവാരം സാങ്കേതിക കമ്പനിയായ IQ Air 2024 റിപ്പോർട്ട്. വായു മലിനീകരണം, ഇത് PSC ചോദിച്ചു. ഇന്ത്യ 5ാമതാണ്. വായു മലിനീകരണം ഇന്ത്യ 5ാമത്. ചാട് PSC ചോദിച്ചു. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, കോങ്കോ, ഈ 5 രാജ്യങ്ങൾ 1 മുതൽ 4 വരെ രാജ്യങ്ങളിലാണ്. ഏറ്റവും മലിനീകരിക്കപ്പെട്ട രാജ്യം ചാട്, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, കോങ്കോ. ഇന്ത്യ 5ാമത്. അജയ് സേത്താണ് പുതിയ ധനകാര്യ സെക്രട്ടറി. ധനകാര്യ സെക്രട്ടറി ആരാണ്? അജയ് സേത്ത്.
പുരുഷ വനിതാ കബഡി ലോകകപ്പ് ഇംഗ്ലണ്ടാണ് വേദിയാകുന്നത്. 2025 പുരുഷ വനിതാ കബഡി ലോകകപ്പ് ഇംഗ്ലണ്ട് വേദി. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കുക. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, സംസ്ഥാന നാഷണൽ സർവീസ് സ്കീം സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിക്കും. അപ്പൊ ലഹരി വിരുദ്ധ പദ്ധതിയാണ് എന്ന് ഓർക്കണം. കേരളത്തിൽ ലഹരി വ്യാപാരം തടയണം. എക്സൈസ് വകുപ്പ് നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് അല്ല, സ്ലേറ്റ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി ലഹരി വേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച സംസ്ഥാനം കേരളമാണ്. നിർമ്മിത ബുദ്ധി കേരളം. ഒക്കെയാണ്. ജീവിതമാകണം ലഹരി, വായനയാകണം ലഹരി. അപ്പോ ഇത്രയും കാര്യങ്ങൾ ആണ് ഈ ഒരു ഏപ്രിൽ 1 ലക്കത്തിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ടത്. ഞാൻ ഒന്നും കൂടെ ഫാസ്റ്റിൽ പറയാം. നമ്മളുടെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് കുറെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, ഇതുവരെ കണ്ടതുപോലല്ല, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനായി മാറി ഏപ്രിൽ. ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യക്ക് ദുബായിലായിരുന്നു. ആരെ തോൽപ്പിച്ചു? ന്യൂസിലൻഡ്. രഞ്ജി ട്രോഫി വിദർഭയ്ക്ക്, കേരളത്തെ തോൽപ്പിച്ചു. കേരളം റണ്ണറപ്പായി. 274 ഉപഗ്രഹം ഷാനി. ഒളിമ്പിക് കമ്മിറ്റി ആദ്യമായിട്ട് ഒരു വനിത അധ്യക്ഷയാകുന്നു, ക്രിസ്റ്റി കവൻട്രി. ആഫ്രിക്ക വനിത. ഏറ്റവും സന്തോഷമുള്ള രാജ്യം ഫിൻലാൻഡ്. ഈ ക്രിസ്റ്റി കവൻട്രിയെ ചോദിച്ചതാണ് PSC 2025. 118 ആണെന്ന് ഓർക്കുക. ഭൂവിവരം ഡിജിറ്റൈസ് ചെയ്യുന്ന കേന്ദ്ര പദ്ധതി നക്ഷ. ആദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് എവിടെയാണ്? ചോദിക്കാം. ഹൈഡ്രജൻ കേരളത്തിൽ എവിടെയെന്ന് ചോദിക്കാം. കൊച്ചി. മനു ഭാക്കർ BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2024. പിന്നെ നമ്മൾ നേരെ പോകുന്നത് അടുത്ത ഇമ്പോർട്ടൻസ്. സംസ്ഥാന PSC മ്യൂസിയം തിരുവനന്തപുരം. സൗദി അറേബ്യ റിയാദ് 2027 പ്രഥമ ഒളിമ്പിക്സ് ഇ സ്പോർട്സ് വേദി. സെബി തൊഹിൻകാന്ത പാണ്ഡ. കടമനിട്ട ലീലാവതി കിട്ടുന്നു പുരസ്കാരം. നവരത്ന പദവി ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ്, റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ. സ്ത്രീ കുട്ടി സൗജന്യം തൃപ്പങ്ങോട്ട് മലപ്പുറം. കേന്ദ്ര ലോ സെക്രട്ടറി അഞ്ജു രഥി. ഉപഗ്രഹം, സ്വന്തമായ ഉപഗ്രഹം അസം സാറ്റ്. ഇനി 2025 മാർച്ച് 12 ഇവർ കണ്ടുമുട്ടിയത്. ഡേറ്റ് ഓർക്കുക, മാർച്ച് 12. ഗുരു ശ്രീനാരായണ ഗുരു ഗാന്ധി ശിവഗിരി മഠത്തിൽ. ലോക ജൂനിയർ ചെസ് കിരീടം പ്രണവ് വെങ്കടേഷ്. അണ്ടർ-20 ലോകകപ്പ്. ജ്ഞാനപീഠ പുരസ്കാരം 59 ഹിന്ദി സാഹിത്യകാരൻ വിനോദ് കുമാർ ശുക്ല. ഛത്തീസ്ഗഡ് എഴുത്തുകാരൻ 11 ലക്ഷം രൂപ. മിൽക്കി വേ സ്ഫിയറെക്സ് നാസ. 37 തപാൽ കലാമേള കേരളം. മധ്യപ്രദേശ് മാധവ് ദേശീയോദ്യാനം. 58 കടുവ സംഗീതം. മാർക്ക് കാർണി കാനഡ പ്രധാനമന്ത്രി. UK പാർലമെന്റ് അംഗം. സമഗ്ര സംഭാവന ചിരഞ്ജീവി തെലുങ്ക് നടൻ. 2021-22 ONV പുരസ്കാരം 21 MK സാനു, 22 MK സാനു എം മുകുന്ദൻ. സിസ് വായു ചാട് ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, കോങ്കോ, ഇന്ത്യ 5. അജയ് സേത് പുതിയ ധനകാര്യ സെക്രട്ടറി. 2025 പുരുഷ വനിതാ കബഡി ലോകകപ്പ് ഇംഗ്ലണ്ട് വേദി. ഇനി ലഹരിയുമായി ബന്ധപ്പെട്ട് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. പിന്നെ നമ്മള് കേരളത്തിന്റെ നമ്മള് AI സംവിധാനം ഉപയോഗിച്ചു എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്തത്. അങ്ങനെ നമ്മൾ ഒരു അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. ഇത് നമ്മൾ കുറച്ച് പാമ്പൻ പാലം എന്ന ഡീറ്റെയിൽസ് ആണ് ഇവിടെ നോക്കുന്നത്. പഴയ പാമ്പൻ പാലം എന്ന് വെച്ചാൽ 2014 വന്നത്, ഫെബ്രുവരി 24. ഇതൊരു റെയിൽവേ പാലമായിരുന്നു. സ്റ്റീൽ ട്രസ് സ്ട്രക്ചർ ആയിരുന്നു. മുന്തുവ മുതൽ രാമേശ്വരം വരെ ആയിരുന്നു. ഒരു 2065 മീറ്റർ ആയിരുന്നു. കടലിന് മീതെയുള്ള ഇന്ത്യയിലെ ആദ്യ റെയിൽപാലമായിരുന്നു പാമ്പൻ പാലം. കടലിന് മീതെയുള്ള ഇന്ത്യയുടെ ആദ്യ റെയിൽപാലമാണ് ഏത്? പാമ്പൻ പാലം. ഇനി ഇത് നിർമ്മിച്ചത് ഈ ടെക്നോളജി ഉപയോഗിച്ചാണ്. കണ്ടോ? ഷെർസർ റോളിംഗ് ലിഫ്റ്റ് ടെക്നോളജി. പാമ്പൻ ചാനൽ തമിഴ്നാട്ടിലെ രാമേശ്വരവുമായി ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു വഴിയാണ്. പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴാണ് പുതിയ പാലവുമായി മുന്നോട്ട് പോകേണ്ടി വന്നത്. 2019 റെയിൽവേയുടെ ഭാഗമായി ആരംഭിക്കും. വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ സീ ബ്രിഡ്ജ് ആണ്. നേരിട്ടിങ്ങനെ ഉയർത്താൻ പറ്റുന്ന പാലമാണ്. 2.7 കിലോമീറ്റർ. ഓട്ടോമേറ്റഡ് ലിഫ്റ്റ് സംവിധാനം. 63 മീറ്റർ ഭാഗം ഉയർത്താനാകും. ട്രെയിനിന്റെ വേഗത 100 km/h പറ്റും. പഴയ പാലത്തിന് പകരം കൂടുതൽ സുരക്ഷാ ശേഷിയുള്ള പാലമാണ്. ഇലക്ട്രിഫൈഡ് റെയിൽവേക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പാലമാണ്. ഭദ്രത സംവിധാനങ്ങൾ, വൈദ്യുതീകരണ നിയന്ത്രണം, അടിയന്തര ഇടപെടൽ ഒക്കെ പറ്റും. റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. 2025 ഏപ്രിൽ 6.
2025 ഏപ്രിൽ 6 എന്ന് ഓർക്കുക. 2025 ഏപ്രിൽ 6 16 അല്ല, ഏപ്രിൽ 6 ഏപ്രിൽ 6 ഉദ്ഘാടനം. പുതിയ പാലം 100 km/h ഒക്കെ പറ്റും. 2.07 കിലോമീറ്റർ കൊണ്ട് ഉയർത്താൻ പറ്റും. ഓട്ടോമാറ്റിക് ആണ്. വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ സി ബ്രിഡ്ജ് ആണ്. പാമ്പൻ പാലം. അപ്പൊ പഴയ പാമ്പൻ പാലം, പുതിയ പാമ്പൻ പാലം കണക്റ്റഡ്, മനസ്സിലായി. ഇനി നമ്മൾ ഇതിന്റെ കറണ്ട് അഫയേഴ്സിലേക്ക് പോവുകയാണ്. ഇത് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ആദ്യം നമുക്ക് പഠിക്കേണ്ടത് ഇലോൺ മസ്കിന്റെ XAI പുതുതായി പുറത്തിറക്കിയ ഒരു ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക് 3. ബ്ലൂ ഗോസ്റ്റ് പേടകത്തെ ചന്ദ്രനിൽ ഇറക്കി അമേരിക്കൻ സ്വകാര്യ കമ്പനിയായ ഫ്ലൈ എയ്റോസ്പേസ്. ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങുന്ന രണ്ടാമത്തെ സ്വകാര്യ ലാൻഡർ ആണ്. ലാൻഡിംഗ് സമ്പൂർണ്ണ വിജയമാകുന്ന ആദ്യത്തെ സ്വകാര്യ ലാൻഡർ എന്നീ നേട്ടങ്ങൾ ബ്ലൂ ഗോസ്റ്റ് സ്വന്തമാക്കി. അപ്പൊ ബ്ലൂ ഗോസ്റ്റ് എന്ന് വെച്ചാൽ ചന്ദ്രനിൽ ഇറക്കി. അമേരിക്കയുടെ സ്വകാര്യ കമ്പനി ഫയർഫ്ലൈ എയ്റോസ്പേസ് ആണ്. ഒരു സ്വകാര്യ കമ്പനി ചന്ദ്രനിൽ ഇറങ്ങുകയാണ്. ബ്ലൂ ഗോസ്റ്റ് ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങുന്ന രണ്ടാമത്തെ സ്വകാര്യ ലാൻഡർ ആണ്. ലാൻഡിംഗ് സമ്പൂർണ്ണ വിജയമാകുന്ന ആദ്യ സ്വകാര്യ ലാൻഡർ ആണ്. ഇതൊക്കെയാണ് ബ്ലൂ ഗോസ്റ്റിന്റെ പ്രത്യേകതകൾ. ഇനി നമുക്ക് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാളത്തിലേക്കുള്ള വിവർത്തന പുരസ്കാരം KV കുമാരന് കിട്ടി. കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാള വിവർത്തനം KV കുമാരൻ. വെരി ഇമ്പോർട്ടന്റ്, KV കുമാരൻ. ക്ലിയർ ആണ്? KV കുമാരൻ. ഇനി L ഭൈരപ്പ കന്നഡ നോവൽ യാനം അതേ പേരിൽ തന്നെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതിനാണ് ഈ പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിക്കുന്നത്. കന്നഡയിലേക്ക് അതേ പേരിൽ തന്നെ പരിഭാഷപ്പെടുത്തി വെക്കും. ഓസ്ട്രേലിയൻ താരം സ്റ്റീവൻ സ്മിത്ത് ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ടേബിൾ ടെന്നീസ് ഇതിഹാസം അജന്ത ശരത് കമൽ വിട പറയുന്നു. അജന്ത ശരത് കമലിനെ അറിയാം. ഇദ്ദേഹത്തിന് ഖേൽരത്ന കിട്ടി 2022. ബംഗ്ലാദേശ് വിക്കറ്റ് കീപ്പർ മുഷ്ഫിഖും വിരമിക്കുന്നു. മൗറീഷ്യസ് പരമോന്നത ബഹുമതി ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദ സ്റ്റാൻഡ് ആൻഡ് കീ ഓഫ് ദി ഇന്ത്യൻ ഓപ്പൺ പുരസ്കാരം മൗറീഷ്യസ് പ്രസിഡന്റ് ധരംബീർ ഗോകുൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൊടുത്തു. അപ്പൊ മൗറീഷ്യസിന്റെ ഉയർന്ന പുരസ്കാരം ആർക്ക് ലഭിച്ചു? മോദിക്ക് ലഭിച്ചു. കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കുക, തുരത്തുക. അസ്ത്ര V1 ഡ്രോൺ വികസിപ്പിച്ച് കോട്ടയത്തിന്റെ AIIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. കാടിറങ്ങുന്ന മൃഗങ്ങളെ എന്ത് ചെയ്യണം? നിരീക്ഷിക്കാം, തുരത്താം. അസ്ത്ര V1. സ്പേസ് ഡോക്കിംഗ് നമ്മൾ 4ാമത്തെ രാജ്യമായി അല്ലെ പരീക്ഷിച്ച് 4ാമത്തെ രാജ്യമായി. ഡോക്ക് ചെയ്ത SDX-1 ഇതാണ് ഈ അടുത്ത സമയത്ത് എക്സാമിന് ചോദിച്ചത്. ഏതൊക്കെയായിരുന്നു ഡോക്ക് ചെയ്ത ഉപഗ്രഹങ്ങൾ? SDX-1 01, SDX-02 ടാർഗറ്റ് എന്നീ പേടകങ്ങൾ 2 മാസത്തിന് ശേഷം വേർപെടുത്തി. US, റഷ്യ, ചൈന. ഇതിനുശേഷം നമ്മളാണ് 4ാമത്തെ രാജ്യം. ഇന്ത്യൻ പാർലമെന്റ് ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ആദ്യ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് V രാമസ്വാമി അന്തരിച്ചു. ഇന്ത്യയുടെ മുൻ ഓൾറൗണ്ടർ സയ്യിദ് ആബിദ് അലി അന്തരിച്ചു. എഴുത്തുകാരൻ പുതുശ്ശേരി അന്തരിച്ചു. കേന്ദ്രമന്ത്രി ദേവേന്ദ്ര പ്രധാൻ അന്തരിച്ചു. പിന്നെ ലാറ്ററൈറ്റ് ബേബി എന്നറിയപ്പെടുന്ന പ്രശസ്ത ആർക്കിയോളജിസ്റ്റ് P രാജേന്ദ്രൻ അന്തരിച്ചു. എന്ത് പേരിലാണ്? ലാറ്ററൈറ്റ് ബേബി. അപ്പൊ ഇതിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുകയാണ്. ആദ്യം ഇലോൺ മസ്ക് XAI ഗ്രോക്ക് 3. അടുത്തത് ബ്ലൂ ഗോസ്റ്റ് പേടകം ചന്ദ്രനിലേക്ക് ഒരു സ്വകാര്യ കമ്പനി. രണ്ടാമത്തേതാണ് ലാൻഡ് ചെയ്യുന്ന, ആദ്യതാണ് ബ്ലൂ ഗോസ്റ്റ് അമേരിക്കൻ കമ്പനി. കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തന പുരസ്കാരം KV കുമാരൻ. യാനം എന്ന L ഭൈരപ്പ കന്നഡ നോവലാണ് അതേ പേരിൽ തന്നെ ഇറക്കിയത്. ഓസ്ട്രേലിയൻ താരം സ്റ്റീവൻ സ്മിത്തിന്റെ പറഞ്ഞു. 2022 ഖേൽരത്ന കിട്ടിയ ശരത് കമൽ ടേബിൾ ടെന്നീസ് ആണെന്ന് ഓർക്കുക. മൗറീഷ്യൻ പുരസ്കാരം മോദിക്ക്. കാടിറങ്ങുന്ന മൃഗങ്ങൾ അസ്ത്ര V1 കോട്ടയം ആണ് ഇത് വികസിപ്പിച്ചത് എന്ന് ഓർക്കുക. ഇത് നിങ്ങൾ കണ്ടു കാണത്തില്ലല്ലേ, ഞാൻ നീക്കാൻ മറന്നുപോയി, സോറി. ഇപ്പൊ കാണാം. സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം SDX-1 SDX-2. 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ആ ഒരു ഓർഡർ നോക്കിയേ. അമേരിക്ക, റഷ്യ, ചൈന, ഇന്ത്യ. അപ്പൊ ഇത് ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ 2x ഒന്നും ഇട്ട് കാണരുത്.
അങ്ങനെയുള്ളവര് ഒരു സാധാ നോർമൽ സ്പീഡിൽ ഇട്ട് കാണണം, ഒന്നും കൂടെ കേൾക്കണം കേട്ടോ. അല്ലാതെ നന്നായിട്ട് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാവുന്നവരാണ്, ഞങ്ങൾ ഓൾറെഡി പഠിച്ചവരാണെങ്കിൽ ജസ്റ്റ് ഒരു 2x സ്പീഡിൽ ഒന്നും കൂടെ ഒന്ന് കേട്ടങ്ങ് പോവുക. കാര്യം ഇതെല്ലാം ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ്. നിങ്ങൾക്കൊരു ഫാസ്റ്റ് റിവിഷൻ ഈ ഒരു ഫുൾ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ട് തന്നെ പോകണം. ഇന്ത്യൻ പാർലമെന്റിലെ ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ആദ്യ സുപ്രീം കോടതി ജഡ്ജിയാണ് വി രാമസ്വാമി. ഇത് ലാറ്ററേറ്റ് ബേബി പി രാജേന്ദ്രൻ. ഇനി നമുക്ക് ഒറ്റ സെക്ഷനും കൂടെ ഉള്ളൂ, നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. 2025 ജനുവരി മുതൽ നമ്മള് ഏപ്രിൽ ഘട്ടം വരെയാണ് പറഞ്ഞത്. ഓക്കെയാണ്. അപ്പൊ ജൂണിലൊക്കെ എക്സാം എഴുതുന്നവർക്ക് ഏപ്രിൽ ലാസ്റ്റ് വരെ നമുക്ക് വേണം. ഇനി മെയ്യും കൂടെ വേണം എന്നുണ്ടെങ്കിൽ ഞാൻ മെയ്യും കൂടെ കൊണ്ടുവരാം. കമന്റ് ചെയ്താൽ മതി മെയ് വേണം എന്നുള്ളവര്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം മുംബൈ ഇന്ത്യൻസ് ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിന് 8 റൺസിന് കീഴടക്കി. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് ഇന്ത്യ വിജയികളായി. ഇത് ഇമ്പോർട്ടന്റ് ആണ്. വനിതാ കബഡി മുംബൈ നമ്മൾ കണ്ടു, പുരുഷനും വനിതകളിലും എല്ലാം കബഡിയിൽ ഇന്ത്യ വിജയികളായി എന്നുള്ളത്. ടെഹ്റാനിലായിരുന്നു, ഇറാനെ തോൽപ്പിച്ചു. ക്രിക്കറ്റ് കിരീടം മുംബൈ ഇന്ത്യൻസ് ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസ് 8 റൺസ് കീഴടക്കി. അപ്പോ വനിതാ പ്രീമിയർ ക്രിക്കറ്റ് ആർക്ക് കിട്ടി? മുംബൈ ഇന്ത്യൻസ്. അടുത്തത് കാണുന്നില്ലല്ലേ, ഇപ്പൊ കാണാലോ. കൃത്യമായ വിള വിവരങ്ങൾ ശേഖരിക്കുന്നു. കേന്ദ്ര സർക്കാരിന് ആരംഭിച്ച സംവിധാനമാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ. റിസർവ് ബാങ്ക് പുതിയ ഡെപ്യൂട്ടി ഗവർണർ പൂനം ഗുപ്ത. ഫോർബ്സിന്റെ ഈ വർഷത്തെ ശതകോടീശ്വര പട്ടിക ഇലോൺ മസ്ക് ഒന്നാമത്. 34,200 കോടി ഡോളർ ആസ്തി. 9250 കോടി ഡോളർ ആസ്തി മുകേഷ് അംബാനി, ഇന്ത്യക്കാരിൽ ഒന്നാമത്. 550 കോടി ഡോളർ ആസ്തി MA യൂസഫ് അലി, മലയാളി സമ്പന്നർ. 2025 ബിംസ്റ്റെക് ഉച്ചകോടി തായ്ലൻഡ്. ബിംസ്റ്റെക് ഉച്ചകോടി എവിടെയാണ്? തായ്ലൻഡിലാണ്. ഗ്രീസ് ആൻഡ്രാവിയ വ്യോമ വിമാനത്താവളം ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസമാണ് യോച്ചോസ്. ഇനി യോച്ചോസ് 25. വിഖ്യാത ഹോളിവുഡ് താരം വാൽ കിൽമർ മരിച്ചു. പിന്നെ TB വേണു, മനോജ് കുമാർ, ഉണ്ണികൃഷ്ണൻ, പിന്നെ രവികുമാർ മേനോൻ മരിച്ചു. മ്യാൻമാറിലെ തായ്ലാന്റ് ഭൂകമ്പം, ആയിരക്കണക്കിന് ആളുകൾ. ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഭൂകമ്പം ഉണ്ടായത് തായ്ലാന്റ്, മ്യാൻമാർ, അത് ഓർക്കുക. ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടമായി. മ്യാൻമാറില്, തായ്ലൻഡ് ഈ അടുത്ത സമയത്ത് ഭൂകമ്പം ഉണ്ടായ സ്ഥലങ്ങൾ. അടുത്തത് സ്പോർട്സ് ന്യൂസ് ആണ്. പ്രാഗ് മാസ്റ്റേഴ്സ് ചെസ് ഇന്ത്യയുടെ അരവിന്ദ് ചിദംബരം. താഷ്കന്റ് ഓപ്പൺ ചെസ് മലയാളി ഗ്രാൻഡ് മാസ്റ്റർ നിഹാൽ സരിന്. താഷ്കന്റ് ഓപ്പൺ ചെസ് നിഹാൽ സരിൻ മലയാളി. അടുത്തത് പുരുഷന്മാരുടെ 100 മീറ്റർ ഓട്ടർ ഗുരീന്ദർ വീർ സിംഗ്. പിന്നെ ഓണററി പ്രസിഡന്റായി തോമസ് ബാക്കിനെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി ആജീവനാന്ത ഓണററി പ്രസിഡന്റായി തോമസ് ബാക്കിനെ നിയമിച്ചു. തോമസ് ബാക്ക് ആജീവനാന്ത ഓണററി പ്രസിഡന്റ്. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യ വേദിയാകും. വെരി ഇമ്പോർട്ടന്റ്. വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വേദി ഇന്ത്യ. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യ വേദിയാകും. ആദ്യ വെർട്ടിക്കൽ കടൽപാലം ഏതാണ്? രാമേശ്വരത്തെ പാമ്പൻ പാലം. 2025 ഏപ്രിൽ 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. ഡീറ്റെയിൽസ് നമ്മൾ കണ്ടതാണ്. പ്രഥമ ജ്ഞാന ശ്രേഷ്ഠ പുരസ്കാരം HB ഈശ്വർ ശ്രേഷ്ഠ പുരസ്കാരം. മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവന വരദേവി പുരസ്കാരം പ്രൊഫസർ GN പണിക്കർ. വി മധുസൂദനൻ നായർക്ക് സാഹിത്യ പരിഷത്ത് പുരസ്കാരം. പ്രഥമ ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം ശ്രീകുമാരൻ തമ്പി. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം, ഇത് ഇമ്പോർട്ടന്റ്, സാഹിത്യ പുരസ്കാരം മാതൃഭൂമി സാറ ജോസഫ്. ഇത് ഓർക്കുക. ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം ആദ്യമായിട്ടുള്ളതാണ്, ശ്രീകുമാരൻ തമ്പിക്ക് കിട്ടി. ചിത്ര തിരുനാൾ മഹാരാജന്റെ സ്മരണാർത്ഥം ചിത്ര തിരുനാൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരം നടൻ ജയറാമനും ഒളിമ്പ്യൻ ശ്രീജേഷിനും കിട്ടി. കെടാകുളം കരുണാകരൻ പുരസ്കാരം ചീഫ് സെക്രട്ടറി ജയകുമാറിന് ലഭിച്ചു. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസിലേക്ക് പോവുകയാണ്. ഭൂകമ്പം മ്യാൻമാറിലും ഉണ്ട്, തായ്ലൻഡിലും ഉണ്ടായത്. മ്യാൻമാറിനെ രക്ഷിക്കാനുള്ള പദ്ധതി എന്തായിരുന്നു? ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ ബ്രഹ്മ.
അപ്പൊ ഓപ്പറേഷൻ ബ്രഹ്മ മായുണ്ട് മ്യാൻമാർ. ഓപ്പറേഷൻ ബ്രഹ്മ മായുണ്ട് മ്യാൻമാർ. ബംഗാൾ ഉൾക്കടലിൽ നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത നാവിക അഭ്യാസം ബോങ്കോ സാഗർ. എന്താണ് ബോങ്കോ സാഗർ? 2025 മാർച്ച് ബംഗാൾ ഉൾക്കടലിൽ നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത നാവിക അഭ്യാസമാണ് ബോങ്കോ സാഗർ. ശ്രീലങ്ക മിത്ര വിഭൂഷൺ എന്ന പരമോന്നത പുരസ്കാരം മോദിജിക്ക് കിട്ടി. മുമ്പേ നമ്മൾ കണ്ടിരുന്നു ഏത് രാജ്യത്തിന്റെ പുരസ്കാരം കിട്ടിയതായിട്ട് നമ്മൾ കണ്ടു? മൗറീഷ്യസിന്റെ പുരസ്കാരം. ഇപ്പൊ നമ്മൾ ശ്രീലങ്കയുടെ പുരസ്കാരം. ഇനി ഗായത്രി ചക്രവർത്തി നോർവേ ഉന്നത പുരസ്കാരം ഹോൾബർഗ് പുരസ്കാരം 4.6 കോടി രൂപ കിട്ടി. തകഴി സാഹിത്യ പുരസ്കാരം ചോദിക്കാറുള്ളതാണ്. KP സുധീരയ്ക്ക് കിട്ടി. KP സുധീര തകഴി സാഹിത്യ പുരസ്കാരം. ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചു 50ാം വാർഷികം. ഒരു പുസ്തകം പുറത്തിറക്കി മാർച്ച് ഓഫ് ഗ്ലോറി. മാർച്ച് ഓഫ് ഗ്ലോറി. PR നാഥന് കൃത പുരസ്കാരം. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഫസ്റ്റ് ഇൻ ദ വേൾഡ് ചലഞ്ച് ഗ്രാൻഡിനോ ഡോക്ടർ ഗൗതം ചന്ദ്ര അർഹനായി. 7 കോടി രൂപയുടെ പുരസ്കാരമാണ്. 7 കോടി രൂപയുടെ പുരസ്കാരം ഗൗതം ചന്ദ്ര. ഈ സെക്രട്ടറി അസിസ്റ്റന്റ് പോലുള്ള എക്സാമുകൾക്ക് ടഫ് ആക്കാൻ വേണ്ടി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കയറി ചോദിക്കും. PN പണിക്കർ പുരസ്കാരം മണക്കാല ഗോപാലകൃഷ്ണൻ. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനം ദേശീയ പുരസ്കാരം കേരളത്തിന്. ഇമ്പോർട്ടന്റ്, കേരളമാണ് ക്ഷയരോഗം നിവാരണ പുരസ്കാരം. ലാൻഡോ നോറിസ് 2025 ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ്. ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് ലാൻഡോ നോറിസ്. ബെലാറൂസിന്റെ പ്രസിഡന്റ് 7ാം തവണയും ആര് തന്നെ? അലക്സാണ്ടർ ഷൂക്കാഷെങ്കോ. അലക്സാണ്ടർ ഷൂക്കാഷെങ്കോ. അങ്ങനെ നമ്മൾ ഈ സെക്ഷനിന്റെ വൈൻഡപ്പിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ 2024 ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ട് ഇങ്ങനത്തെ ഒരു സെക്ഷൻ നമുക്ക് ചെയ്യാം. അത് ഡിസംബർ ലക്കത്തിലും ജനുവരിയുടെ ആദ്യ ലക്കത്തിലും ഈ ഒരു 2024 ഫുള്ള് തുടക്കം മുതൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം. ഇതുണ്ട് വിനോദസഞ്ചാര കേന്ദ്രം വാഗമൺ. ഗവേഷകർ കണ്ടെത്തിയ പുതിയ സസ്യം ലിറ്റ്സിയ വാഗമണിക. അതുപോലെ ഇങ്ങനെ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ MP ആകുന്ന നേതാവ് കൊടിക്കുന്നിൽ സുരേഷ് 8 തവണ. ഇങ്ങനത്തെ മികച്ച ക്വസ്റ്റ്യൻസ് ആണ്. കുടുംബശ്രീയുടെ കാര്യങ്ങൾ. അങ്ങനത്തെ ഒരു സെക്ഷൻ കൂടി നമുക്ക് ചെയ്യണം. ഇത് രണ്ടും കൂടെ ഒന്നിച്ചാവുമ്പോൾ ഒരുപാട് സമയമാകും. അതുകൊണ്ടാണ് രണ്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഈ സെക്ഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യാം. വനിതാ പ്രീമിയർ ലീഗ് കിരീടം മുംബൈ ഇന്ത്യൻസ് ആണ്. ഡൽഹി ക്യാപിറ്റൽസ് 8 റൺസിന് കീഴടങ്ങി. ഏഷ്യൻ വനിതാ കബഡി ഇന്ത്യ വിജയികൾ. വിളകൾ ഡിജിറ്റൽ ക്രോപ്പ് സർവേ. ഡെപ്യൂട്ടി ഗവർണർ റിസർവ് ബാങ്ക് പൂനം ഗുപ്ത. ഇലോൺ മസ്ക്, മുകേഷ് അംബാനി, MA യൂസഫ് അലി അവരൊക്കെ തന്നെയാണ് സ്ഥിരം. ബിംസ്റ്റെക് ഉച്ചകോടി തായ്ലൻഡ്. വ്യോമതാവളം ബഹുരാഷ്ട്ര വ്യോമാഭ്യാസം ഗ്രീസ് ആൻഡ്രാവിയ. അതിന്റെ പേര് ഇനിയോച്ചോസ് 25. മ്യാൻമാർ തായ്ലൻഡ് ഭൂകമ്പം. പിന്നെ താഷ്കെന്റ് ഓപ്പൺ ചെസ് മലയാളി ഗ്രാൻഡ് മാസ്റ്റർ നിഹാൽ സരിൻ. തോമസ് ബാക്ക് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി ആജീവനാന്ത ഓണററി പ്രസിഡന്റ്. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യ വേദി.
ജനുവരി മുതൽ ജൂൺ വരെയുള്ള മുഴുവൻ കറണ്ട് അഫെയർസ് PSC ബുള്ളറ്റിനാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇനി വരാൻ പോകുന്ന ഏതൊരു എക്സാം എഴുതുകയാണെങ്കിലും എല്ലാ PSC എക്സാമിനും ഇത് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ ഇത് മികച്ച രീതിയിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ എക്സാം സെക്ഷൻ എല്ലാം ക്വസ്റ്റ്യൻ രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തും. ഇപ്പോൾ തന്നെ 3-4 സെക്ഷൻസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീണ്ടും ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ക്വസ്റ്റ്യൻ രൂപത്തിൽ തന്നെ നിങ്ങളിലേക്ക് എത്തും. അത് നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു എളുപ്പത്തിൽ നിങ്ങളിപ്പോൾ പഠിച്ചു, ഇനി അത് എളുപ്പത്തിൽ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സെക്ഷൻ യൂസ്ഫുൾ ആയി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.